ഞാൻ നമ്മുടെ പൊതുവേദിയിൽ ധാരാളം സ്ത്രീകളുടെ പ്രതികരണങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രധാനമായും ഈ സ്വർണത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം സ്ത്രീകൾക്കായിരിക്കുമല്ലോ കൂടുതൽ പറയാൻ കഴിയുക. സ്ത്രീകളുടെ സ്വർണമോഹവും സ്വർണ്ണക്കൊതിയുമൊക്കെ പല ഘട്ടങ്ങളിൽ, കഥകളിൽ, സിനിമകളിൽ ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പുരുഷന്മാരും ഇതിലൊട്ടും പുറകിലല്ല എന്ന കാര്യങ്ങളും നമുക്കറിയാം. പലരും സ്വർണം വാങ്ങിക്കുന്നതിലൊക്കെ പുരുഷന്മാരും സ്ത്രീകളെപ്പോലെ തന്നെ താല്പര്യം കാണിക്കുന്നു എന്ന കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഏതായാലും എന്നോടൊപ്പം ഫാദർ സാമുവൽ ചേരുന്നുണ്ട്. ഫാദർ സാമുവൽ, സ്വർണ്ണമൊന്നും വാങ്ങിക്കാൻ സാധ്യതയില്ല അല്ലേ ഫാദർ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. മുഖ്യമന്ത്രി വിഷയം മാറ്റിയാ? അത് മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം നമുക്ക് വീണ്ടും വിശദമായി ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് ഈ സ്വർണ്ണ വിലയിലേക്ക് ഒന്ന് പോകാം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു അവസരം കൊടുക്കാം കൂടുതലായി നിന്നാണെന്ന് വിചാരിച്ചു. സ്വർണം സ്ത്രീകൾ ഉപേക്ഷിക്കൂല. സ്വർണം ഒരു അസറ്റായിട്ട് കാണുന്ന കാലഘട്ടമായത്. അപ്പൊ ഈ ഫാദറൊക്കെ ഈ കല്യാണമൊക്കെ നടത്താൻ ആളുകൾ താങ്കളുടെ അടുത്തേക്ക് വരുമ്പോ ഈ സ്വർണ്ണ കൊതി ഉപേക്ഷിക്കണം എന്ന് ഉപദേശിക്കുവോ? സ്വർണ്ണം നമ്മള് പേഴ്സണലായിട്ട് പറയാനല്ലേ പറ്റുള്ളൂ. ആരാധന മധ്യേ പ്രസംഗത്തിലൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആളുകൾ അതിനോട് പേഴ്സണലായി പറയാം, പക്ഷേ ഒരു പൊതു സന്ദേശമായി കൊടുത്താൽ അത് പക്ഷെ ജനങ്ങൾ വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടുവന്ന് വരില്ല. സന്ദേശം ഇപ്പൊ ഞാൻ റിട്ടയർ ചെയ്തിരിക്കുക, എനിക്ക് അങ്ങനെ ആരാധനയൊന്നും ഇല്ലപ്പോഴ്. മുൻപാണെങ്കില് സ്വർണത്തിന് വളരെ വില കുറവായിരുന്നു, ഇപ്പോഴല്ലേ വില കൂടിയത്. അപ്പൊ അതൊരു അസറ്റായിട്ട് കണക്കാക്കുകയാണ് സ്ത്രീകള് പലരും. ഓക്കെ, എനിക്ക് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സന്തോഷ് എന്നോടൊപ്പം കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. സന്തോഷേ, എനിക്ക് തോന്നുന്നു സന്തോഷ് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. സുബൈർ പറയൂ. ശ്രീ സുബൈറിന് എന്ത് തോന്നുന്നു? ഈ സ്വർണ്ണവില കുതിച്ചുയരുന്നത് പിന്നെ താഴുന്നു, ഇതൊക്കെ മലയാളിയുടെ ജീവിതത്തെ ബാധിക്കുന്ന ഘടകമാണോ? മലയാളികളെ ബാധിക്കില്ല, അത് ഉപയോഗിക്കാണ്ടെന്നാ മതി. പക്ഷെ നരേന്ദ്രമോദി പറഞ്ഞ ന്യായം കേട്ടില്ലേ? അത് ഉപയോഗിക്കാണ്ടിരിക്കുക, മേടിക്കാണ്ടിരിക്കുക, അതുപോലെ പെട്രോൾ കിട്ടില്ല, അപ്പൊ വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുക. ഈ നരേന്ദ്രമോദി സർക്കാർ ഇവിടെ കയറുമ്പോഴേ എന്താ പറഞ്ഞ നമ്മളോട്? 10 ലക്ഷം രൂപ കള്ളപ്പണം പിടിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ഇന്ത്യൻ താങ്കളുടെ അക്കൗണ്ടിൽ ഇട്ടിരുന്നു പറഞ്ഞു. ഗ്യാസിന് 50% പകുതി ഡിസ്കൗണ്ട് സബ്സിഡി ആയിരുന്നു പറഞ്ഞു, തന്ന ഇല്ല. പെട്രോൾ 50 രൂപ എന്ന് പറഞ്ഞു, തന്നവര് ഇല്ല. ഒക്കെ നമ്മളിപ്പോ ഈ സ്വർണ്ണവില കേരളം ഉപേക്ഷിക്കുമെന്ന വിഷയം ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഓക്കെ, ഞാൻ നമ്മുടെ കൂടുതൽ സ്ത്രീകൾ ഇതിൽ എന്ത് പ്രതികരിക്കും എന്ന് അറിയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അതിലേക്ക്. അപ്പോൾ ഏതായാലും എന്നോടൊപ്പം യൂട്യൂബിൽ നിറയെ പേർ ചേർന്നിട്ടുണ്ട്. സൗമ്യ ബാംഗ്ലൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീമതി സൗമ്യ, ഈ സ്വർണ്ണക്കൊതി സ്ത്രീകൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഉപേക്ഷിക്കാൻ കഴിയത്തില്ല, പക്ഷെ അത് വാങ്ങിച്ചിട്ടോണ്ട് പോവാൻ ഇപ്പൊ പേടിയാണ്. ആളുകൾ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നുള്ള ഭയമാണ് അല്ലേ? അങ്ങനെയൊന്നല്ല, സ്വസ്ഥമായിട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ബാംഗ്ലൂരിലൊക്കെ ഇപ്പൊ അത്ര പ്രശ്നമുണ്ടോ? അതോ ബാംഗ്ലൂരിൽ നിന്നല്ലേ വിളിക്കുന്നത്? ബാംഗ്ലൂരിൽ അവിടെ യൂട്യൂബ് കമന്റ് ചെയ്യുന്ന ആളാ. ഡെയിലി കമ്മ്യൂട്ടേഷൻ ഈ സ്വർണം ഇട്ടുകൊണ്ട് പോകുന്നത് അത്ര നല്ല കാര്യമില്ല. വേണമെങ്കിൽ നഷ്ടപ്പെട്ടു പോകാം, ആരെങ്കിലും തട്ടിയെടുക്കാം അല്ലേ? സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് വരണമെങ്കിൽ സ്വർണം ഇടാണ്ട് പോകണം. ഓക്കെ, അപ്പൊ ഈ മലയാളികൾ പക്ഷെ പിന്നെ ഈ സ്വർണം ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും ശ്രീമതി സൗമ്യ? അത് അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. അത് വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് ഒരുപാട് കഷ്ടമാണ്. ആണോ? അപ്പൊ താങ്കൾക്കും ഈ സ്വർണത്തോട് താല്പര്യം ഉണ്ടോ? വാങ്ങാറുണ്ടോ? പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ആണോ? വില കൂടിയത് കൊണ്ടാണോ? വില കൂടിയത് കൊണ്ട് വിട്ടു, ഉപേക്ഷിച്ചു. ഓക്കെ, അപ്പൊ പക്ഷെ അത് പലരും ഒരു വലിയ അസറ്റായി കരുതുന്നു അല്ലേ? അസറ്റാണ്, പക്ഷെ അത് വെച്ച് സൂക്ഷിക്കാൻ ഒരുപാട് പാടാണ്. അപ്പൊ സ്ത്രീകൾ ഇപ്പൊ എന്താണ് ഇപ്പൊ സ്വർണത്തിന് പകരം കണ്ടെത്തുന്ന വഴി? ഇമിറ്റേഷൻ ഗോൾഡ് ആണോ? ഇപ്പൊ ഇമിറ്റേഷൻ ആർട്ടിഫിഷ്യൽ ജ്വല്ലറിക്ക് ഒരുപാടുണ്ട്. ഇറ്റ് ഇസ് ഈക്വലന്റ് ടു ഒറിജിനൽ ഗോൾഡ് പോലെ ഒരുപാട് വരുന്നുണ്ട് ഇപ്പൊ. ഞാൻ ഐ വാസ് വർക്കിംഗ് ഫോർ എൻ ഇൻകം ടാക്സ് കൺസൾട്ടന്റ്, പ്രൈവറ്റ് ഓഫീസറായിരുന്നു. ഓക്കെ, അപ്പൊ ഇൻകം ടാക്സ് കൺസൾട്ടന്റ് ആണ്. അപ്പം ഈ നികുതി ഘടന കുറിച്ച് കൂടി അറിയാമായിരിക്കും. ആ ഓഫീസ് പൂട്ടി സാർ, ഞാനിപ്പോ വീട്ടിലാണ്. ആണോ? വെരി ഗുഡ്. ഓക്കെ, എന്തായാലും ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, നികുതി ഇങ്ങനെ കൂട്ടുന്നു, അപ്പോൾ നമ്മുടെ പൊതുകടം കുറയ്ക്കാനും അല്ലെങ്കിൽ രൂപയുടെ നില മെച്ചപ്പെടുത്താനും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആഹ്വാനം കൊടുത്താൽ നമ്മുടെ സ്ത്രീകൾ അത് മനസ്സിലാക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ അവർക്കുണ്ടോ? അവരത് സമ്മതിക്കുമോ ശ്രീമതി സൗമ്യ? എന്തൊക്കെ നടക്കുന്നു അത് നടന്നുകൊണ്ടിരിക്കും സാർ. ആരെന്ത് കൺട്രോൾ കൊണ്ടുവന്നാലും വാങ്ങിക്കുന്നവർ വാങ്ങിക്കും, ഇടുന്നവരിടും. പക്ഷെ നമ്മളെ പോലത്തെ ഉള്ളവര് ഒരു സ്വസ്ഥമായിട്ട് പുറത്തു പോയിട്ട് വരണമെങ്കിൽ
അത് ഇടാണ്ട് പോകുന്നതാണ് ബെറ്റർ. അപ്പൊ അത് ലോക്കറിൽ വെച്ച് പൂട്ടുകയാണ് പല ആളുകളും ചെയ്യുന്നത് അല്ലേ? അത് ഇറ്റ് ബിക്കംസ് എൻ അസെറ്റ്. ഓക്കെ. ഇങ്ങനെ വില കൂടിക്കൊണ്ടിരുന്നെങ്കിൽ യു ക്യാൻ കീപ് ഇറ്റ് ആസ് എൻ അസെറ്റ്. അപ്പൊ കുടുംബാംഗങ്ങളൊക്കെ എന്താ പറയുന്നത് ഈ സ്വർണത്തിനോടുള്ള ഒരു നിലപാട് അവരുടെയൊക്കെ എന്താണ്? ആർക്കും അത്ര സ്വർണത്തിനോട് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ശരി, ഓക്കെ. അപ്പോൾ ഏതായാലും വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ശ്രീമതി സൗമ്യ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിച്ചത്. എന്നോടൊപ്പം അലീന ചേരുന്നുണ്ട്. ശ്രീമതി അലീന പെരുമ്പാവൂർ. ഓക്കെ. എന്നോടൊപ്പം ശ്രീ ഗോപകുമാർ കൂടി ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, ചുരുങ്ങിയ വാക്കുകളിൽ. എനിക്കൊന്ന് ഗോപകുമാറിന് ടെലിഫോണിൽ എന്തോ പ്രശ്നം പറ്റിയിരിക്കുന്നത്. ഏതായാലും ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. സുനിമോൾ എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. എനിക്കൊന്ന് സുനിമോളൊക്കെ സ്വർണത്തിന് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നമസ്കാരമൊക്കെ പറയുന്നത് കാണുമ്പോൾ സ്വർണ്ണമൊക്കെ കയ്യിലുള്ള പോലെ തോന്നുന്നുണ്ട്. സ്വർണത്തിന് 10,000 വില വരുമ്പോൾ മനുവിന് അരപ്പവൻ ഒരു മോതിരം തീർക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നടക്കും എന്ന് തോന്നുന്നില്ല. അത് ശരി, ശശിധരൻ പിള്ള എനിക്ക് എഴുതുകയാണ്. എനിക്ക് അരപ്പവൻ്റെ മോതിരം തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടിയപ്പോൾ അത് അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആ തരാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അതാണ് എനിക്ക്. അപ്പോൾ അരപ്പവൻ വാങ്ങി 60,000 രൂപയ്ക്ക് മുകളിൽ, ഇപ്പോൾ അരപ്പവൻ വാങ്ങിക്കണമെങ്കിൽ 60,000 രൂപയ്ക്ക് മുകളിലാവും. അതുകൊണ്ട് തരാൻ നിർവാഹമില്ലെന്നാണ് പറയുന്നത്. ഏതായാലും എനിക്കതിപ്പോൾ ഒരു അരപ്പവൻ സ്വർണ്ണം തരാമെന്ന് പറഞ്ഞല്ലോ, അത് 1 പവൻ സ്വർണം കിട്ടിയതിൻ്റെ ഒരു സന്തോഷമല്ല, 1 പവൻ സ്വർണ്ണമല്ല. ഞാൻ സ്വർണ്ണം അങ്ങനെ ധരിക്കാത്ത ഒരാളാണ്. എന്നാലും എനിക്ക് അത് 1 പവൻ സ്വർണത്തേക്കാൾ വലിയ സന്തോഷമാണ് നൽകുന്നത്. ഏതായാലും ആ മനസ്സ് ഞാൻ അംഗീകരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രൈസ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഗോൾഡ് ബൈ റേഷൻ ഷോപ്പ്, ദിസ് വിൽ ഹാവ് എൻ എൻഡ് എന്നാണ് പറയുന്നത്. കൊള്ളാം. സുനിമോൾ പറയുന്നു സ്വർണ്ണം ഒരിക്കലും മലയാളികൾ ഉപേക്ഷിക്കില്ല, മലയാളിയുടെ സ്വർണ്ണക്കൊതി ഒരിക്കലും മാറില്ല എന്നാണ് പറയുന്നത്. നമസ്കാരം. സുനിമോൾക്ക് സ്വർണം ഇഷ്ടമല്ലേ എന്ന് ശശിധരൻ പിള്ള ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൈറ്റ് ഡേയ്സ് പറയുന്നുണ്ട്, നമസ്കാരം മനു, സ്വർണ്ണം ഇൻവെസ്റ്റ്മെൻറ്റായി വാങ്ങുന്നവർ ബോണ്ടിലേക്കും മറ്റും മാറും, അണിയാനായി വാങ്ങുന്നവർക്ക് അത് കുറയാൻ സാധ്യത ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടുതൽ സ്ത്രീകളൊക്കെ പ്രതികരണങ്ങളായി വരുന്നുണ്ട്. ഏതായാലും സുനിമോളൊക്കെ പറയുന്ന ഒരു അസറ്റ് തന്നെയാണ്. പക്ഷേ മോഷണം പെരുകിയത് കൊണ്ട് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റില്ല. അതാണിപ്പോൾ സ്ത്രീകളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് അവർ പറയുന്നത്. ഈ മോഷണം ഉള്ളതുകൊണ്ട് അത് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്നില്ല. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നറുക്കെടുപ്പ് നാളെയാണെന്നുള്ള പരിഹാസം നമ്മുടെ ശശിധരൻ പിള്ളയും സംഘമൊക്കെ നടത്തുന്നുണ്ട്. നാളെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്ന് വേറെ ആൾ ചിരിക്കുന്നുണ്ട്. ഏതായാലും സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവർ എനിക്ക് ചുവന്ന 2 ഹൃദയമൊക്കെ അയച്ചിട്ടുണ്ട്. സന്തോഷം. ലീലാമ്മ എന്നോട് പറയുന്നത് മലയാളികൾ ഉള്ളിടത്തോളം കാലം സ്വർണം വാങ്ങും, ഉപയോഗിക്കും, അതൊരു ശീലമായി പോയി എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശശിധരൻ പിള്ളയുണ്ട്. VC തോമസ് ഉണ്ട്. സ്വർണം ഒരു കരുതൽ ധനമായി മലയാളികൾ വാങ്ങിച്ചു കൂട്ടുന്നു, ഉപയോഗിക്കാനായി സാധാരണയായി 1-2 ആഭരണങ്ങൾ മാത്രമേ ധരിക്കൂ എന്ന് പറയുന്നു. ഇപ്പോൾ VD സതീശൻ അനുകൂലികൾ ഇന്നും നമ്മുടെ ഗ്രൂപ്പിൽ എത്തിയിട്ടുണ്ട്. ചിലരൊക്കെ VD സതീശൻ വേണമെന്ന് പറയുന്നു. ഇറ്റ് ഈസ് നൈസ് സ്പീക്കിംഗ് ടു യു ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നു സൗമ്യ. ഓക്കെ, അത് ശരി. അപ്പം ഞാൻ വിചാരിച്ച ഇത് ശ്രീമതി സൗമ്യ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചല്ലോ. അപ്പോൾ എനിക്ക് സ്ഥിരമായി SKC 9455 എന്ന യൂട്യൂബിൽ നിന്ന് കമൻ്റ് അയക്കുന്ന ശ്രീമതി സൗമ്യയാണ് ഇന്ന് നമ്മളെ ടെലിഫോണിൽ വിളിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അവർ രണ്ടുപേരും 2 ആളുകളാണെന്നാണ്. അപ്പോൾ ഏതായാലും 2 പേരും ഒരാളാണെന്ന് അറിഞ്ഞതിലും ശ്രീമതി സൗമ്യ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണെന്ന് അറിഞ്ഞതിലും ടാക്സ് കൺസൾട്ടൻ്റ് ആണ് എന്നറിഞ്ഞതിലും ഒക്കെ അതിയായ സന്തോഷം. അപ്പോൾ ശ്രീമതി സെബീന എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ശ്രീമതി സെബീന, നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സ്ത്രീകളുടെയൊക്കെ ഒരു പ്രതികരണം പ്രധാനമായി ആരായുകയായിരുന്നു. എന്താണ് ഈ സ്വർണം ഇങ്ങനെ സ്ത്രീകൾ ഇനിയും ഉപേക്ഷിക്കാത്തത്, അല്ലെങ്കിൽ അത് അവരെ അത്രമാത്രം ബാധിക്കുന്നൊരു കാര്യമാണോ ശ്രീമതി സെബീന സ്വർണം ഒക്കെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണോ? വല്ലാതെ ഇഷ്ടപ്പെടുന്നതല്ല മനു, കുറച്ചൊക്കെ നമ്മൾ ഉപയോഗിക്കും. കാരണം അതൊരു എന്താണ്, ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള മെറ്റലാണ്. അതിന് കുറച്ച് നമ്മുടെ ഹ്യൂമൻ ബോഡിയായിട്ട് കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട് ഗോൾഡിന്. തീരെ നമ്മൾ അങ്ങനെ നെഗ്ലക്ട് ചെയ്യേണ്ട ഒരു മെറ്റൽ അല്ല. പിന്നെ നമുക്കതൊരു അതുകൊണ്ടാണ് നമ്മൾ ഈ കല്യാണമൊക്കെ വരുമ്പോ ഈ സ്വർണ്ണമൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും കുറെ സ്വർണ്ണം ഇടാറുണ്ടല്ലോ. അപ്പൊ അതൊരു കസ്റ്റം എന്നുള്ളതിനുപരി അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ നമ്മൾ ഒരുപാട് വാങ്ങി കൂട്ടുന്നുണ്ടോന്ന് കേട്ടാൽ അത് അത്യാവശ്യം കാശുള്ളവർ വാങ്ങി കൂട്ടും. കാരണം അതൊരു അസറ്റാണ് ഫ്യൂച്ചറിൽ. ഇപ്പൊ നമുക്കൊക്കെ അത്യാവശ്യം കുറച്ച് മുമ്പേ ഉള്ള ഗോൾഡ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഇപ്പൊ അതിന്റെ വാല്യൂ ഒത്തിരി മാറിയില്ലേ.
മാത്രമല്ല ഇത് asset value കല്യാണമൊക്കെ മാറിയില്ലേ? വരുമ്പോൾ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കൂടിയാണ് അല്ലേ, നല്ല സ്വർണ്ണമൊക്കെ ധരിച്ചെത്തുക. ഉറപ്പായിട്ടും ഇപ്പൊ നമ്മുടെ കുടുംബത്തിലൊക്കെ ഇപ്പൊ നമ്മള് എന്തായാലും വളരെ കുറച്ച് സ്വർണമൊക്കെ ഇപ്പോഴാണ്. നേരത്തെയൊക്കെ അത്യാവശ്യം 50-100 എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു ഒരു രീതിയിൽ കൊണ്ട് നടന്നിരുന്നത്. അന്നത്തെ സ്വർണമൊക്കെ ഇപ്പോഴും ഇരിക്കുമ്പോ ഇപ്പൊ അതിന്റെ അസറ്റ് വാല്യൂ ഒക്കെ ഭയങ്കരമായിട്ട് കൂടി. അന്നൊക്കെ നമ്മുടെ കല്യാണ സമയത്തൊക്കെ വളരെ കുറച്ച് വളരെ ചെറിയ എമൗണ്ട് ഒക്കെ ഉള്ളൂ, ഒരു 10,000-നകത്തുള്ള എമൗണ്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ആ ഗോൾഡ് ഇപ്പൊ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് അതിന്റെ വാല്യൂ ഭയങ്കര കൂടുതലാണ്. അന്ന് 100 പല ആളുകളും ഇപ്പൊ എന്നോട് പറയുന്നത് ശ്രീമതി സെബീന ഒരു വലിയ പ്രശ്നം, പല ആളുകളും പണ്ടൊക്കെ ഈ കല്യാണത്തിനൊക്കെ നമുക്ക് സുഹൃത്തുക്കളൊക്കെ ഗോൾഡൊക്കെ സമ്മാനിക്കുമായിരുന്നു. അപ്പൊ നമ്മളിപ്പോ അവർക്ക് ആ സമ്മാനം തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. അന്ന് ചെറിയ വിലയായിരുന്നു, ഇപ്പൊ വലിയ തുകയായി. ഇപ്പൊ പലരും കുടുങ്ങിയിരിക്കുകയാണ് അന്ന് സമ്മാനമൊക്കെ ആയിട്ട് ഗോൾഡൊക്കെ വാങ്ങിച്ചവരല്ലേ. അങ്ങനെ ഉണ്ട് കേട്ടോ, അങ്ങനെയുണ്ട്. കാരണം ഇപ്പൊ നമ്മളും ഒക്കെ ആ ഒരു പ്രശ്നത്തിലാണ്. അത് വെച്ചാൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നൂലുകെട്ടിന് വരെ നമ്മൾ ഗോൾഡ് അല്ലാതെ വേറെ ഒന്നും ഇടാൻ പറ്റത്തില്ല. ഇപ്പൊ കല്യാണത്തിന് കൊടുത്തില്ലെങ്കിലും കുഞ്ഞുങ്ങൾക്കെങ്കിലും നമ്മൾ കൊടുക്കണം. ആ സമയത്ത് നമ്മൾ ഗോൾഡ് അല്ലാതെ വേറെ എന്തെങ്കിലും കൊടുത്താലും നമുക്ക് അത് ഇച്ചിരി പ്രശ്നം തന്നെയാണ്. അപ്പൊ അതിലിനിപ്പോ കാശ് നോക്കുകയാണെങ്കിൽ അന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വ്യത്യാസമുണ്ട്. അന്ന് 1 പവൻ കൊടുക്കുന്നവർ ഇന്ന് 1 ഗ്രാം കൊടുക്കുന്നുണ്ട്. അതെ, അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുപോലെ കല്യാണത്തിനൊക്കെ ഇടുന്നവർ അന്ന് 100 പവൻ ഇട്ടിരുന്നവരൊക്കെ ഇന്ന് ഒരു 25 പവനിലേക്കൊക്കെ അങ്ങനെ ഒതുങ്ങിയിട്ടുണ്ട്. ചിലര് ഈ ഗോൾഡ് തന്നെ മൊത്തത്തിൽ ഇടാണ്ട് അതിനെ ക്യാഷായി തന്നെ കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും ടൈം ബീയിങ് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങൾ എത്രമാത്രം ഏറ്റെടുക്കുമെന്നാണ്, സ്ത്രീകൾ എത്രമാത്രം ഏറ്റെടുക്കുമെന്നാണ് ശ്രീമതി സബീന കരുതുന്നത്? ഇതിന് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല മനു. കാരണം ഇതൊരു ഭയങ്കര ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ പ്രോഡക്റ്റ് ഒന്നുമല്ല. വേണമെങ്കിൽ നമുക്കാവാം, വേണ്ടെങ്കിൽ വേണ്ട. നമ്മൾ വീട്ടിലത്തെ ഡെയിലി കൺസ്യൂമബിൾസ് പോലെയുള്ള ഒരു പ്രോഡക്റ്റ് ഒന്നുമല്ല. അപ്പൊ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ അത് വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒന്നും അഫക്ട് ചെയ്യുന്ന ഒരു സംഭവമേ അല്ല. അതുകൊണ്ട് നമുക്കിത് എപ്പോ വേണമെങ്കിലും വേണ്ടെന്ന് വെക്കാം, വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം എന്നുള്ളൊരു ചോയ്സ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇതിൽ നമുക്ക് ഡയറക്ട്ലി ഇമ്പാക്ട് എന്തെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കല്യാണമൊക്കെ നടത്തുന്നവർക്ക് കുറച്ചുകൂടെ സ്വർണം ഇടണം എന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ ചിലപ്പോൾ അയ്യോ ഇത്രയും വാങ്ങാൻ പറ്റിയില്ലേ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ അതിൽ നമുക്ക് ഡയറക്ട്ലി ഇന്നത്തെ ജനറേഷനിൽ അങ്ങനെ ഗോൾഡിനോട് വലിയ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മുടെ വീട്ടിലായാലും കുട്ടികളൊന്നും ഗോൾഡ് ഉപയോഗിക്കാറില്ല. പുതിയ പെൺകുട്ടികൾക്ക് ഗോൾഡിനോട് താല്പര്യം കുറഞ്ഞു വരികയാണ് അല്ലേ? അതെ, അവര് ഡെയിലി വെയറിന് അവര് അത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും ഒക്കേഷണലി നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം ഒരെണ്ണമൊക്കെ യൂസ് ചെയ്താലേ ഉള്ളൂ. അല്ലാതെ ഡെയിലി വെയറിൽ ഗോൾഡ് വളരെ ചുരുക്കമാണ്. ഇപ്പൊ അങ്ങനെ ആരും ഇടാറില്ല. നമ്മളുമൊക്കെ അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ അതൊക്കെ ഉപയോഗിക്കുക. അല്ലാതെ ഡെയിലി നമ്മളിങ്ങനെ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനൊന്നും ഇപ്പൊ ആരും അങ്ങനെ താല്പര്യപ്പെടാറില്ല. അതുകൊണ്ട് അതിന് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല. ഓക്കെ, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ശ്രീമതി സെബീനയാണ് പ്രതികരിച്ചത്. അപ്പോൾ നമുക്ക് ഇന്ന് ധാരാളം സ്ത്രീകളുടെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. അർഷാദ് ഇപ്പോൾ VD സതീശൻ്റെ ആളാണ്, ഞാനിന്ന് ഇങ്ങനെ തുടർച്ച പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേരൊന്ന് പറ, ഞാൻ VD സതീശൻ്റെ ആളാണ്. ഏതായാലും VD സതീശനല്ല KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ ഒരു വർഷം അർഷാദിനെ തേടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അർഷാദ് അത്രയ്ക്ക് VD സതീശന് അനുകൂല കമൻറ്റുകളാണ് ഇപ്പോൾ എൻ്റെ ഇതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വെള്ളപ്പൊക്ക വരുമോ ഈ ചോദ്യമാണ് കേട്ടോ. കേരളത്തിൽ സ്വർണത്തിൻ്റെ കാര്യമൊക്കെ ഒരു വശത്ത് നിന്ന് കേട്ടോ, പക്ഷേ മുഖ്യമന്ത്രി എവിടെയെന്നുള്ള ചോദ്യം ഇങ്ങനെ വരികയാണ്. പ്രമോദ് നാണു എനിക്ക് മറ്റേ ഹൃദയമൊക്കെ അയച്ചു തരുന്നുണ്ട്. VC തോമസ് പറയുന്നു, സ്വർണം ഒരു കരുതൽ ധനമായി മലയാളികൾ വാങ്ങിച്ചു കൂട്ടുന്നത് ഉപയോഗിക്കുന്നതിനായി സാധാരണ 1-2 ആഭരണങ്ങൾ മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ സ്വർണം എല്ലാ കാലത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ശ്രീ രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നത് ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, ചുരുങ്ങിയ വാക്കുകളിൽ. ഞാൻ സാമ്പത്തിക സാധാരണക്കാരന്റെ കണ്ണിൽ നിന്നുകൊണ്ട് എന്റെ കാഴ്ചപ്പാട് അങ്ങയുടെ ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് കുറച്ച് ഉറക്കെ സംസാരിക്കാമോ? വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ ഇതിന് സമാനമായിട്ടുള്ള വിഷയം മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ ചെന്നാൽ കൃഷിയും വ്യവസായവുമാണ് കൂടുന്നത്. കേരളത്തിൽ ഇതൊന്നുമില്ല. കേരള സംസ്ഥാനത്തിന്റെ ഭാവിക്ക് ഉതകുന്നതായിട്ടുള്ള ഒന്നും തന്നെ കേരളത്തിന് വേണ്ടി ഒരു തലത്തിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മറിച്ച് മലയാളിക്ക് ആഡംബരത്തോടുള്ള ഭ്രമം കൂടുന്നു. നേരത്തെ ഒരു സഹോദരി പറഞ്ഞു സ്വർണത്തിന് ഉപയോഗിക്കുന്നില്ല പുതിയ തലമുറ സ്വർണം ഉപയോഗിച്ചില്ലെങ്കിൽ ഇത്രത്തോളം നമ്മൾ അതിശയോക്തിയിൽ പറഞ്ഞാൽ വലിയ വലിയ ജുവലറികളിൽ ടൺ കണക്കിന് സ്വർണ്ണമായിരിക്കുന്നെന്ന് പറയേണ്ടി വരും. ഇതൊന്നും ആരും വാങ്ങാത്തോണ്ടാണോ? പുതിയ തലമുറയ്ക്ക് ആഗ്രഹമില്ലാത്തോണ്ടാണോ? ഇത് സ്വർണത്തിന്റെ ഭ്രമം
മദ്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മലയാളി, സ്വർണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മലയാളി, തുണിക്കടകളിൽ നിന്ന് ആർഭാടത്തിന് വേണ്ടി സമ്പത്ത് വിനിയോഗിക്കുന്നത് മലയാളി, വിറ്റും വില വാങ്ങിയും അവസാനം ആർഭാടത്തിന് വേണ്ടി പോയിട്ട് അവസാനം ആത്മഹത്യ ചെയ്യുന്ന നിരക്കിലും മലയാളിയാണ് മുന്നിൽ. ഇത് വളരെ ദൂരവ്യാപകമായ ഫലമുണ്ടാകും എന്നുള്ളതാണ്. എന്റെ അഭിപ്രായത്തിൽ 2-3 ലക്ഷം രൂപയാക്കിയിട്ട് ഈ മുതലാളിമാരോട് സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, ഈ സ്വർണത്തിന് ഒരു 4-5 ലക്ഷം രൂപയാക്കിയിട്ട് ആയിരിക്കും സാധാരണക്കാരനുള്ള വില ആ ടാക്സ് അതിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറച്ചു കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എത്ര സ്വർണത്തിൽ വില കൂടിയാലും ഇവിടുത്തെ സാധാരണക്കാരൻ അതിൽ സന്തോഷിക്കത്തേ ഉള്ളൂ. കാരണം പാവപ്പെട്ടവന്റെ ജീവിതം അത്ര തകർന്നുകൊണ്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾ ഇന്ന് സമയക്കുറവ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സംസ്കാരവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് സ്വർണം എന്ന് നമുക്കറിയാം. അത് നിക്ഷേപമായും കുടുംബങ്ങൾ ആഘോഷത്തിനൊക്കെ ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകമാണ്. അത് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അത് വലിയൊരു പ്രതിസന്ധി രാജ്യത്തിന് സൃഷ്ടിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്നോടൊപ്പം കമാൻഡർ മാത്യു കൂടി ചേരുന്നുണ്ട്. ശ്രീ കമാൻഡർ മാത്യു, അപ്പോൾ അങ്ങയുടെ ഒരു നിലപാട് എന്താണ്? ഈ സ്വർണ്ണഭ്രമം സ്ത്രീകൾക്ക് മാത്രം ഉള്ളതാണോ കമാൻഡർ? വേണു, ബേസിക്കലി ഞാൻ ഇതിന് ആൻസർ പൊളിറ്റിക്കൽ ആൻസറാണ് ഞാൻ വേണുവിനോട് പറയാൻ പോകുന്നത്. കാര്യം നമ്മൾ ഇന്ത്യയിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഡോളറാണ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ മാത്യു ഒരു ടാക്സ് എക്സ്പെർട്ട് കൂടിയാണ് അല്ലേ? അതെനിക്കറിയാം, അതുകൊണ്ടാണ് പറയാൻ വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സെൻട്രൽ ഗവൺമെന്റിന്റെ ഫൈനാൻസ് മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ വീഴ്ചയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഡോളറിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ സ്വർണം വാങ്ങരുതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വെച്ച ആഹാരം കഴിക്കരുതെന്ന് പറയുന്നത് തുല്യമാണ്. കാര്യം ഡോളർ ഇവർ വിചാരിച്ചാലൊന്നും പിടിച്ചു നിൽക്കാൻ പോകുന്നില്ല. വേണു, കാര്യം വെച്ചാൽ നമ്മുടെ ബേസിക്കലി നമ്മൾ തുടക്കം മുതലേ ഈ ഫൈനാൻസ് മിനിസ്ട്രി കാണിക്കുന്നതായ ആ തെറ്റായ പ്രവണതയാണ് ഇതിലേക്ക് ഇവിടെ കൊണ്ടെത്തിച്ചത്. ഇന്ന് 95 രൂപ ഒരു ഡോളറിനായില്ലേ? ചിന്തിച്ചു നോക്ക്. എവിടെ ചെന്ന് അവസാനിക്കുമ്പോൾ മോദിജി പറയാണ് നിങ്ങൾ സ്വർണം മേടിക്കരുത്, നമുക്ക് സ്വർണം മേടിക്കാതിരിക്കാൻ പറ്റും. വേണുവിന് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വേണു, ഞാൻ 2012 വരെ ഗൾഫിൽ ജോലി ചെയ്ത മനുഷ്യനാ. ഞാനാണെങ്കിൽ ഒരു പവന്റെ കോയിൻ, അതായത് 10 ഗ്രാമിന്റെ 1ഉം 2ഉം കോയിനായിരുന്നു ഞാൻ അന്ന് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തോണ്ടിരുന്നത്. ഇന്ന് അവരൊക്കെ എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ ഈ വിലയില്? അപ്പൊ നമ്മൾ അന്ന് എന്ത് ചെയ്തു? നമ്മളൊക്കെ അന്ന് വസ്തു മേടിച്ചു സ്വർണത്തിന് പകരം. കാര്യം അന്ന് സ്വർണത്തിന് വിലയില്ലായിരുന്നു. ഇന്ന് ഈ സ്വർണത്തിന്റെ വില വരാൻ കാര്യം ഈ മാർക്കറ്റ് അപ്പ് ചെയ്യാൻ കാര്യം എന്നാണ്? എഗൻസ്റ്റ് US ഡോളറാണ്. അപ്പൊ ഇത് മോദിജിയുടെ തെറ്റായ പ്രവണത കൊണ്ടും സെൻട്രൽ ഗവൺമെന്റിലെ ഫൈനാൻസ് മിനിസ്റ്ററിന്റെ കഴിവുകേട് കൊണ്ടും മാത്രം വന്ന സംഭവമാണ് ഈ ഡോളർ പ്രൈസ് ഇൻക്രീസ് ചെയ്തതും റുപ്പി വാല്യൂ കുറഞ്ഞതും മോദിജിയുടെ പുതിയ പ്ലാനും പദ്ധതി. അതാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. അപ്പോൾ ശശിധരൻ പിള്ള നമ്മുടെ രാധാകൃഷ്ണൻ ചാത്തന്നൂരിനോട് ചോദിക്കുന്നുണ്ട്, സ്വർണം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉപമുഖ്യമന്ത്രി ആയിരിക്കില്ല, ഒരുപക്ഷെ ഉപനേതാവ് സ്ഥാനമായിരിക്കും. നമ്മുടെ രാധാകൃഷ്ണൻ ചാത്തന്നൂർ CPI കാരനാണല്ലോ. അപ്പോൾ ഉപനേതാവ് സ്ഥാനമാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബ്ലൈറ്റി എന്നോട് പറയുന്നത് ഒറ്റത്തടിയായ മോദിക്ക് അങ്ങനെയൊക്കെ പറയാമെന്നാണ്. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ലണ്ടനിൽ നല്ല സ്വർണം കിട്ടില്ല എന്ന് ഭാര്യയോടും മക്കളോടും പറഞ്ഞ് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് ബ്ലൈറ്റി. പാവം ലണ്ടനിലിരിക്കുകയാണ്, അവിടെ ഇരുന്ന് പ്രയാസപ്പെടുകയാണ്. അപ്പോൾ ആളുകൾ സ്വർണം വാങ്ങിക്കണമെന്ന് പറയും, ഇവിടെ നല്ല സ്വർണം കിട്ടില്ലെന്ന് പറഞ്ഞ് ഭാര്യയെ പറ്റിക്കുകയാണ്. ഭാര്യയും പൊതുവേദി പ്രേക്ഷകയാണ്. ഇത് അറിഞ്ഞാൽ ഒരുപക്ഷെ ബ്ലൈറ്റിയുടെ കഥ ഇന്ന് അവർ തീർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദീപക് കുമാർ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അമിതമായ ശമ്പളമാണ്, ചിലവ് കഴിഞ്ഞ് ബാക്കി വരുന്ന തുക അവർ സ്വർണം വാങ്ങി ലോക്കറിൽ വയ്ക്കുന്നു, ബാങ്കിലിട്ടാൽ ടാക്സ് കൊടുക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വലിയ ശമ്പളം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവരെല്ലാം ആ തുക കൊണ്ട് സ്വർണം വാങ്ങിക്കുകയാണെന്നാണ് നമ്മുടെ ദിലീപ് കുമാർ പറയുന്നത്. എനിക്കറിയില്ല ഇത്രയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണോ ഈ സ്വർണം വാങ്ങിക്കുന്നത്. എനിക്ക് നിറയെ ചുവന്ന പൂക്കൾ അയച്ചു തരുന്നു ഷിജു. താങ്ക് യു സോ മച്ച് ഷിജു. അപ്പോൾ എന്നോടൊപ്പം ശ്രീമതി ശ്രീകല ബാംഗ്ലൂരിൽ നിന്ന് ചേരുകയാണ്. ശ്രീമതി ശ്രീകല, ഈ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന മലയാളി സ്ത്രീകൾക്ക് സ്വർണത്തോട് വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നു അല്ലേ? ഒന്ന് എന്നെ നേരത്തെ വിളിച്ച ശ്രീമതി സൗമ്യത പറഞ്ഞു ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും നല്ല താല്പര്യമുണ്ട്. സ്വർണം കിട്ടുകൊണ്ടൊന്നും കുഴപ്പമില്ല. കാരണം സ്വർണം എന്ന് പറയുന്നത് നമുക്ക് സമ്പാദിക്കല് സ്ത്രീകൾക്ക് നല്ലൊരു കാര്യമാണ്. കാരണം അതിന്റെ അളവല്ല നമുക്ക് പ്രധാനം. ഒരു 1/2 ഗ്രാമായാലും അത് കയ്യിലിരുന്ന എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ബുദ്ധിമുട്ട് വന്നാൽ നമുക്കൊന്നും പണയം വിൽക്കുക, അല്ലെങ്കിൽ അതിന്റെ പക്കത്ത് പാരത്തിലേക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കുക, പിള്ളേരെ ഫീസ് അടയ്ക്കുക. ഇതിപ്പോ ഷുഗർ വന്ന പോലെ, ഷുഗർ വന്നില്ലെങ്കിൽ നമുക്ക് നല്ല ചോറും സാമ്പാറും നല്ല പരിപ്പ് പ്രഥമനും പാലടയൊക്കെ കൂട്ടി കഴിക്കാം. ഷുഗർ വന്നപ്പോ എന്ത് ചെയ്യും? അതുപോലെ ഇതുപോലെ ഇപ്പൊ നമുക്കിപ്പോ ഇത് വന്നു, പൈസ കൂടി മേടിക്കണ്ട, അല്ലാണ്ട് ഇപ്പൊ വല്ല രക്ഷയുണ്ട.
അപ്പൊ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ സ്ത്രീകൾക്ക് ഈ സ്വർണ്ണത്തോട് ഇൻവെസ്റ്റ്മെന്റ് ആവും. അല്ലെങ്കിൽ പാവങ്ങളിൽ ഒരു 1/2 ഗ്രാം മേടിച്ചു വെച്ചാലും നമുക്ക് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പോവുക, പണയം വെക്കുക, വിൽക്കുക, ഇത്തിരി കാശ് പിടിക്കുക, കുടുംബത്തെ കാര്യങ്ങൾ നടത്തുക. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് സ്വർണം ഇട്ട് നടക്കുക എന്നുള്ളത് ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് കാണുന്ന സ്ത്രീകളുണ്ടോ, അതോ ഇത് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം അതൊക്കെ ഉണ്ട്. അതിപ്പോ എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ. സ്വർണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വീട് വെക്കണേല്, പറമ്പ് മേടിക്കണേല്, കാറ് പോണേല്, അതിപ്പോ അതിനകത്തില്ല. പിന്നെ നമുക്ക് സാധാരണക്കാർക്കും അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് ഒരു 1/2 ഗ്രാം കിട്ടിയാലും ഒരു സന്തോഷം. കാരണം നാളെ ഭാവിയിലേക്ക് അത് നഷ്ടമല്ല എന്നുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഇപ്പോൾ കൂടി വന്ന മിണ്ടാണ്ടിരിക്കുക വേറെ മാർഗത്തിൽ. ഞാൻ ചോദിക്കുന്നത് ശ്രീമതി ശ്രീലേഖ സ്വർണത്തോട് താല്പര്യമുള്ള ആളാണോ? എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്. നമ്മളെന്തിനിപ്പം നോണ പറയേണ്ട ആവശ്യം? താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഈ പല ആളുകളും ഇപ്പൊ എന്നോട് പറയുന്നത് ഈ കള്ളന്മാരെ പറ്റി നമ്മൾ പൊതുവേ ഏതും കള്ളന്മാർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വർണ്ണം ഉണ്ടെന്ന് പറയുന്ന സ്ത്രീകളുടെയൊക്കെ വീട്ടിലേക്ക് അവർ പോകുമെന്ന് അറിയില്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഈ കള്ളന്മാരെ ഇപ്പോൾ ആളുകൾ ഭയങ്കരമായി പേടിക്കുന്നുണ്ടല്ലേ? പിടിച്ചുപറിക്കാരും കള്ളന്മാരും സ്വർണം തട്ടിയെടുക്കാനും. കള്ളന്മാരെ പേടിക്കണ കാരണം നമുക്ക് കള്ളന്മാരെ പിടിക്കാൻ പറ്റാത്തത്. കാരണം നന്നായിട്ടൊന്നും ഇവര് ഭയങ്കര പേടിത്തൊണ്ടന്മാരാ. അപ്പൊ നമ്മള് പേടിക്കുമ്പോ അവർക്ക് നല്ല ധൈര്യം. സ്വർണം നമ്മളിപ്പോ വീട്ടില് കൊറേ അങ്ങനെ കുഞ്ഞു കൂട്ടി വെക്കണമെന്നില്ലല്ലോ, ആകപ്പാടെ ഒരു ഇത്തിരി. അത് നമ്മള് കള്ളന്മാരെ അങ്ങനെ പേടിച്ച് ഇരിക്കുന്നത് ആരായിരിക്കും കൂടുതൽ കള്ളന്മാരെ നമ്മളെ പറ്റി അറിയണവര്. അപ്പൊ CCTV ഒക്കെ ഉള്ള ഒരു കാലമാണ്. കള്ളനെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ നാട്ടുകാരെല്ലാവരും കൂടി കഴിഞ്ഞ ഒത്തൊരുമ ഉണ്ടെങ്കിൽ ഒരു നാട്ടിലും ഒരു കള്ളനും ഇതൊന്നും വരില്ല. അവന്റെ വീട്ടിൽ കള്ളൻ കയറട്ടെ, എടുക്കട്ടെ എന്നുള്ളൊരു മനോഭാവത്തിൽ ഇപ്പുറത്തെ ആൾക്കാർ ഇരുന്ന് കള്ളനല്ല ചിലപ്പോ നമ്മുടെ വീട്ടിലത്തെ ആൾക്കാർ തന്നെ എടുത്തുകൊണ്ട് പോകും. അപ്പൊ ഏതായാലും വളരെ നന്ദി, അവിടുന്ന് വിളിക്കുകയും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഏതായാലും ശ്രീലേഖ പൊതുവേദിയിൽ സത്യസന്ധമായൊരു നിലപാടാണ് പറഞ്ഞത്. എനിക്ക് പല സ്ത്രീകളെ അറിയാം, വലിയ തോതിൽ സ്വർണവും മറ്റ് ആഭരണങ്ങളും ആഡംബര വസ്തുക്കളും ഒക്കെ വാങ്ങി വെച്ചിട്ട് പുറത്തേക്ക് ഞാൻ വളരെ ലളിതമായ ജീവിതമാണ് നയിക്കുന്നതെന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു വശത്ത് ഒരുപാടുണ്ട്. പക്ഷേ ശ്രീലേഖയൊക്കെ വളരെ സത്യസന്ധമായി ഞങ്ങളൊക്കെ സ്വർണ്ണം ഇടാൻ അല്ലെങ്കിൽ വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു, അതൊരു അസറ്റ് എന്ന നിലയിൽ, കുറച്ചൊരു സ്റ്റാറ്റസ് എന്ന നിലയിൽ ഒക്കെയാണെന്ന് പറയുന്നത്. അതങ്ങനെ ഒരു സത്യസന്ധമായൊരു പ്രതികരണം നടത്തി എന്നുള്ളതാണ് അതിലൊരു സവിശേഷത. അപ്പം നമ്മുടെ ബാലകൃഷ്ണൻ വടകര എവിടെ പോയി എന്നാണ്, സ്വർണ്ണവില കൂടിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണാനില്ല. അപ്പോൾ സബീന സുൽഫി എന്നോട് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഗോൾഡ് ഒരു സേവിങ്സ് തന്നെയാണ്, ഈക്വൽ ടു ലിക്വിഡ് ക്യാഷ് എന്ന് പറയുന്നു. അപ്പോൾ മണിമലയെ കാണാനില്ലെന്നുള്ള ആശങ്ക ശശിധരൻ പിള്ളയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ മണിമല വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴാണ് അതിനെതിരെ ഒരു കമൻ്റ് ഇടാൻ ശശിധരൻ പിള്ളയ്ക്ക് ഒരു അവസരം കിട്ടുക. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും പ്രേംരാജ് എന്നോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ പ്രേംരാജ്, ഹലോ, നമസ്കാരം. നമസ്കാരം. ശ്രീ പ്രേംരാജ്, ഈ സ്വർണ്ണ കൊതിയന്മാരോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? സ്വർണം വേണം, അതൊരു മൂലധനമാണ് സ്വർണം. അതെ. അപ്പോൾ സ്വർണം നമ്മുടെ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് രാജ്യത്ത് സാമ്പത്തിക ഇപ്പം രാജ്യത്തിന് പ്രതിസന്ധി വരുമ്പോ അപ്പൊ നമ്മളത് മേടിക്കാണ്ടിരിക്കുക. അപ്പൊ എല്ലാ കാലം ഇത് പ്രതിസന്ധി നിൽക്കൂലല്ലോ. ഞാൻ ചോദിക്കുന്നത് ശ്രീ പ്രേംരാജ് സ്വർണ്ണ ആഭരണങ്ങൾ ധാരാളം വാങ്ങിക്കുന്ന ആളാണോ, അതോ വീട്ടിലെ സ്ത്രീകൾക്കാണോ കൂടുതൽ താല്പര്യം? നമുക്ക് സ്വർണ്ണത്തിൽ ഉണ്ടോന്ന് വെച്ചാൽ സ്വർണ്ണമുണ്ട്, പക്ഷെ താല്പര്യം എത്ര കുറവാന്ന്. അതൊരു മൂലധനമായിട്ട് വെക്കുന്ന സാധനമാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അത് ബാങ്കിൽ കൊണ്ടുവയ്ക്കാം, അല്ലെ വിൽക്കാം. പിന്നെ ഒരാളോട് പോയിട്ട് ചോദിക്കണ്ട, വേറെ ലോണോ കാര്യം എടുക്കണ്ടെങ്കിൽ 16 പേപ്പർ ഒപ്പിടണം. ഇതാകുമ്പോ ആ തലവേദനയൊന്നുമില്ല. ഇതാകുമ്പോ ആ തലവേദന നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോ സാധനം തിരിച്ചെടുക്കാം. ശരി, വ്യക്തമാണ് താങ്കളുടെ നമ്മൾ കണക്ക് കൂട്ടുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയിൽ തൽക്കാലം പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങളോട് എല്ലാ കാലം വായിക്കേണ്ടതെന്നല്ലോ പറയുന്നത്. ഒരു കൊല്ലത്തേക്ക്, അതെ, ഒരു കൊല്ലത്തേക്ക് എന്നാണ് ഈ പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് അത് നോർമൽ ആവുമല്ലോ. അപ്പൊ സ്വർണ്ണം ഇഷ്ടം പോലെ വായിച്ചിടാന്നാണ് പറയുന്നത്. ഓക്കെ, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പൊ സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു. ഒരു മാതൃസദൻ ഓപ്പൺ the next day. I am the vice president of 4 institutions. Please pray Manu, these institutions going smoothly എന്നാണ്. അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും ശ്രീ സതി ബാബുരാജിനോടൊപ്പം എല്ലാ ഘട്ടത്തിലും ഉണ്ട്. അവരൊരു സന്നദ്ധ പ്രവർത്തകയാണ്. അപ്പോൾ അമ്മമാർക്ക് വേണ്ടി ഒരു പ്രത്യേക കേന്ദ്രം അവർ തുടങ്ങാൻ പോവുകയാണ്. നേരത്തെ കുറച്ച് കേന്ദ്രങ്ങൾ അവർ പ്രവൃത്തി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പുതിയ കേന്ദ്രം കൂടി അവർ തുടങ്ങുകയാണ് എന്ന് എന്നെ അറിയിക്കുന്നു. അപ്പോൾ അതിന് എല്ലാവിധ പ്രാർത്ഥനകളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് പ്രാർത്ഥനകൾ മാത്രമല്ല, എല്ലാവിധ സ്നേഹാശംസകളും കൂടി ഞാൻ നൽകുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അമ്മമാരുടെ പ്രശ്നങ്ങൾ, അത്
അമ്മയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വേദന മനസ്സിലാകും. ഏതായാലും അതുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുന്ന അമ്മമാർക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ കൃഷ്ണദാസ് എന്നോട് പറയുന്നത് 10 ഗ്രാം മുമ്പ് കൊടുത്തപ്പോൾ ഇപ്പോൾ 1 ഗ്രാം തിരികെ കിട്ടില്ലല്ലോ എന്ന് ദാനശീലൻ്റെ രോദനം എന്നാണ് പറയുന്നത്. ഓക്കെ, സെയിം ലൈക്ക് ജയറാം പ്രിട്ടൻസ്. അത് ശരി, 10 ഗ്രാം കൊടുത്തത് ഇപ്പോൾ 1 ഗ്രാം കിട്ടില്ലെന്ന്. അത് ശരിയാണ്. അങ്ങനെയൊരു ഇതുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് വാങ്ങിച്ചപ്പോൾ തിരിച്ചു കൊടുക്കുന്ന ഒരു പ്രതിസന്ധിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം നേരെ തിരിച്ചാണ് പറയുന്നത്. അപ്പോൾ അന്ന് കിട്ടിയവർക്ക് ഇന്ന് 1 ഗ്രാമേ, അന്ന് കൊടുത്തവർക്ക് ഇന്ന് 1 ഗ്രാമേ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സെയിം ലൈക്ക് ജയറാം പ്രിട്ടൻസ് ടു ബി സിമ്പിൾ ബട്ട് ട്രാവലിംഗ് ഇൻ ജാഗ്വർ കാർ. ഓഹോ, അത് ശരി, അതെനിക്ക് ഒരു പുതിയ അറിവാണ്. ഏതായാലും കൊള്ളാം. ജയറാം നടൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം വളരെ സിമ്പിളാണെങ്കിൽ പിന്നെ അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ ജാഗ്വറിലൊക്കെ പോട്ടെന്നേ. കൃഷ്ണദാസ് പറയുന്നു 10 ഗ്രാം കൊടുത്താൽ ഇപ്പോൾ 1 ഗ്രാം തിരികെ കിട്ടില്ലല്ലോ എന്നാണ് പ്രശ്നം, ചിലർ രോദനം. ഓക്കെ, ഷിജു എന്നോട് പറയുന്നു സെയിം ലൈക്ക് ജയറാം. ഓക്കെ, ജയകുമാർ പറയുന്നു സുനിലിനെ കാണാനില്ല, സ്വർണത്തിൻ്റെ പുതിയ ഡിസൈൻ ഫാഷൻ നോക്കി പണമുള്ളവർ വാങ്ങുന്നുണ്ട് എന്ന് പറയുന്നു. ബർഗർ വാങ്ങാൻ കഴിയാത്തവൻ ഉണ്ടൻ പൊരി വാങ്ങി കഴിക്കുന്നു. ഓഹോ, അതുപോലെ സ്വർണ്ണമില്ലാത്തവൻ ഇത് ചെറിയത് വാങ്ങി. ശ്രീ രാജൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ, നമസ്കാരം. ശ്രീ രാജൻ സ്വർണ്ണാഭരണങ്ങളോട് ഭ്രമമുള്ള ആളാണ്? അല്ലല്ല, ഞാനപ്പോ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇങ്ങനെ ആധികാരികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ ചാനലിനോട് ആദ്യം തന്നെ നന്ദി പറയാം. വേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതിപ്പോ തന്നെ ഇന്ന് ശരിക്കും ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിസഭ എപ്പോ വരും എന്നുള്ള ചിന്താഗതി ചർച്ച ചെയ്യുന്നത് എനിക്ക് തന്നെ മടുത്തു. ഇനി ഞാനിപ്പോ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ, ഈ മന്ത്രി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കാവൽ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അത് മതി. അതവിടെയാണ് പ്രശ്നേ. കാരണം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത് വരണ്ടേ. അതൊക്കെ സത്യം തന്നെ. കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് വരാത്തതിനാണ് പ്രശ്നം. ചാനലുകാർക്കും എന്താ അങ്ങനെ എനിക്കത് മനസ്സിലാവുന്നില്ല. ചാനലുകാരെല്ലാം ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി വരാത്ത. ഞാൻ തന്നെ 7 പ്രാവശ്യം ചോദിച്ചു. പക്ഷെ അങ്ങ് എന്താന്ന് വെച്ചാൽ അങ്ങക്കെതിരെ പറയുമ്പോൾ അങ്ങക്ക് വിഷമം വരുന്നു, മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, നാച്ചുറലായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാനിത് ലക്ഷ്മിക്കുന്നു. അതിപ്പോ എന്റെ പാർട്ടിയിൽ മുഖ്യമന്ത്രി എവിടെയെന്ന് ചോദിക്കാത്ത ഒരു ചാനൽ ഉണ്ടോ കേരളത്തിൽ? അതെ, ഒരു ചാനലും ഇല്ല. ഞാൻ എല്ലാ ചാനലിലും അല്ല ശ്രീ രാജൻ, ഞാൻ ഇപ്പൊ ചാനൽ തന്നെ കാണുമ്പോൾ തന്നെ എപ്പോഴും ഞാൻ തന്നെ ഇപ്പൊ മടുക്കാൻ തുടങ്ങി. എല്ലാ ചാനലിലും എല്ലാ സമയത്തും മുഖ്യമന്ത്രി എവിടെ എന്നുള്ള ചോദ്യം മാത്രമാണ്. ഇതാ വരുന്നു, നാളെ വരുന്നു, അരമണിക്കൂർ കഴിഞ്ഞ് വരുന്നു, വൈകുന്നേരം പ്രതിപക്ഷ നേതാവ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ ചാനൽ അപ്പൊ തന്നെ പിടിച്ചു അതും ചോദിക്കും, രണ്ടും ചോദിക്കും. പ്രതിപക്ഷ നേതാവും വേണ്ടേ നമ്മുടെ രാജ്യത്ത് നടപ്പ്. അപ്പൊ ഞാനേ ഓക്കെ, ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീമതി ഗീത എന്നൊരു പ്രേക്ഷക എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീമതി ഗീത കോയമ്പത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഹലോ മനു. ഹലോ, ഗ്രേറ്റ് പ്രസന്റർ. ഇന്നലെ ഞാനാണ് മെസ്സേജ് അയച്ചിരുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോംപ്ലിമെന്റ്. ഞാൻ ഇങ്ങനെ കോംപ്ലിമെന്റ്സ് കേട്ടാൽ വളരെ സന്തോഷിക്കുന്ന ഒരാളാണ്. ഞാൻ സത്യം തുറന്നു പറയാലോ. അങ്ങനെ എല്ലാ കോംപ്ലിമെന്റ്സും അർഹിക്കുന്നവരല്ലേ സന്തോഷിക്കുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയില്ലേ. അപ്പൊ ശ്രീമതി ഗീത കോയമ്പത്തൂരിലാണ് താമസം അല്ലേ? അതെ. എനിക്ക് ഒരു അപേക്ഷ ഉണ്ട്. ഒരു നമ്പറും കൂടെ ഇതിന് കൊടുക്കുവോ പ്ലീസ്? ഇതെന്താ, ഞങ്ങൾ എല്ലാവരും വിളിക്കാൻ പറഞ്ഞിട്ട് 1 മണിക്കൂർ മനു ആയാലും കിരൺ ആയാലും എല്ലാവർക്കും വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോ ഇന്നത്തെ ടോപ്പിക്കിന്റെ കാര്യം പറയാം. ആസ് ഓൾവേസ് ഐ ഹാവ് ടു ടെൽ യു, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളപ്പോ മനു അത് നന്നായിട്ടാണ്. ദേഷ്യപ്പെടുന്നവരോട് പോലും അതൊരു വലിയ ക്വാളിറ്റിയാണ്. പക്ഷേ എനിക്ക് ശ്രീമതി ഗീത ഞാൻ തുറന്നു പറയട്ടെ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഭാര്യ എപ്പോഴും എന്നോട് പറയും നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിക്കരുത് എന്ന് പറയും. അപ്പം ഞാൻ കുറേയൊക്കെ ദേഷ്യം നിയന്ത്രിക്കാൻ നോക്കും. പക്ഷേ എനിക്ക് ചില സമയത്ത് എൻ്റെ മുന്നിൽ ക്യാമറ ഉണ്ടെന്നൊക്കെ ഞാനും മറന്നുപോയി ചില സമയത്തൊക്കെ പൊട്ടിത്തെറിക്കും. പിന്നെ ഇപ്പം ഞാൻ ദേഷ്യപ്പെടാത്തതെന്ന് വെച്ചാൽ പല ആളുകളും നമുക്ക് പരിചയസമ്പന്നരായല്ലോ, അപ്പോൾ അവരോട് പിന്നെ ഇങ്ങനെ ഒരു ഓരോരുത്തരുടെ നേച്ചറിൽ വീട്ടിൽ യു ഹാവ് അബ്സല്യൂട്ട് ഫ്രീഡം. ഹോം മിനിസ്റ്റർ അടുത്ത് അടി കൂടണോണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്നത്തെ ടോപ്പിക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാട്ടോ എന്ന് എനിക്ക് കിട്ടിയത്. ആ കണക്ട് ചെയ്ത് കുട്ടിയോട് ഒരു പ്രത്യേകിച്ച് താങ്ക് യു പറയണം. ബിക്കോസ് ഐ വിൽ സൈൻ ഫോർ സോ ലോങ്. ഇന്നത്തെ ടോപ്പിക്കിന്റെ കാര്യം പറയാം. ഇങ്ങനെ ഈ ഗോൾഡിന്റെ പ്രൈസ് കൂട്ടി ഇത് ചില ആളുകൾക്ക് എന്തറിയോ, ഗോൾഡ് ഗിവ്സ് ദം എ കോൺഫിഡൻസ്. പ്രത്യേകിച്ച് സ്ത്രീകൾ സ്വർണ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ ചന്തള്ളൂ, അങ്ങനെയൊന്നും ഇല്ല മനു. ഞാൻ പറയട്ടെ, നല്ല ഇമിറ്റേഷൻ ജ്വല്ലറി ഇട്ടിട്ട് ഉണ്ടായിട്ട് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോവാം. ഇതൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചു, സ്വർണം കൂടുതൽ ഭംഗി തരുമെന്ന്. നോ, ഇറ്റ്സ് ബ്യൂട്ടി ഓഫ് യുവർ ഹാർട്ട് അല്ലേ? നമ്മളെനിക്കിപ്പോ കഴുത്തിൽ എടുത്ത് വേറെ ഒരു
കല്യാണത്തിന് ചുറ്റിപ്പട്ടൊക്കെ കെട്ടുന്ന പോലെ സ്വർണ്ണം ഉണ്ടായിട്ട് ഇറ്റ് ഡോണ്ട് ഹാവ് ക്യാരക്ടേഴ്സ് ആൻഡ് എവറിത്തിങ് എൽസ്. അതല്ലേ സത്യം. ഈ സ്ത്രീകളുടെ സ്വർണ്ണം ആഗ്രഹിക്കുന്നത് കേട്ടിട്ടാണ് ഇവരെല്ലാവരും കൂടെ ഈ സ്വർണത്തിന്റെ വില അങ്ങോട്ട് കൂട്ടിയത്. ഇപ്പൊ എന്തറിയോ, ഇറ്റ്സ് എ വിഷ്യസ് സർക്കിൾ. പണ്ട് അഭിമന്യു പെട്ട പോലെ ഇതൊന്ന് പുറത്തു വരാൻ പറ്റില്ല. സ്വർണ്ണം ഇല്ലെങ്കിൽ സ്റ്റേറ്റസ് ഇല്ല. പക്ഷെ ഏതായാലും ഈ പുതിയ തലമുറയിലെ സ്ത്രീകൾ ഇപ്പൊ സ്വർണം ഉപയോഗം വല്ലാതെ കുറയ്ക്കുന്നുണ്ടല്ലേ? എന്തായാലും കുറയ്ക്കുന്നുണ്ട്. പക്ഷെ അവരെന്താ പറയണേ, കല്യാണത്തിന് പപ്പ, മമ്മി, അച്ഛൻ, അമ്മ എനിക്കൊരു ഡയമണ്ട് നെക്ലസ് മേടിച്ചു. ഒറ്റയടിക്ക് 25 ലക്ഷം അല്ലേ? പ്ലാറ്റിനം അല്ലേ മനു, അല്ലെങ്കിൽ ഡയമണ്ട്. ദേ ഗോയിങ് ഫോർ സംതിങ് മോർ. അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും എങ്ങനെ അറിയോ, നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം, നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ പെരുമാറേണ്ടതാണ് നമ്മളുടെ പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇത് മാറാത്തവർത്തോളം അവരൊരു ബിസിനസ് നടത്തില്ലേ, സ്വർണം ജ്വല്ലറി ആയാലും അല്ലാതെ ഉള്ളവരും. ബയേഴ്സ് എന്തൊക്കെ പറഞ്ഞാലും ഒരു 2 പവനെങ്കിലും മേടിക്കാൻ ആള് കയറും. അത് നമ്മളിത് അൺഫോർച്ചുനേറ്റ്ലി മോദി ഗവൺമെന്റിന് ഗോൾഡിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റണില്ല. ഇഫ് ഗവൺമെന്റ് വാണ്ട്സ് ടു ഡു ഇറ്റ് ചെയ്യാലോ മനു, ചെയ്യാലോ. ഇത് ഈ പറഞ്ഞ പോലെ എല്ലാരും ഹാൻഡ് ഇൻ ഗ്ലോവ്. ഇതിൽ കുറച്ച് സാധാരണക്കാരാണ് കഷ്ടപ്പെടുന്നത്. പക്ഷെ അവരൊന്ന് മനസ്സിലാക്കണം, അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ലെറ്റ് ദം ഡെപ്പോസിറ്റ് സം മണി. അവരുടെ പുതിയ ജീവിതം തുടങ്ങുമ്പോ അവർക്ക് നാളെ ഒരു അപ്പാർട്ട്മെന്റ് മേടിക്കാനോ ഒരു 2 സെന്റ് ഭൂമി മേടിക്കാനോ ഈ സ്വർണം എന്ന് പറയണത് ഇത് കാത്തു സൂക്ഷിക്കണ്ടേ? ഇതിനൊരു കെയർ ടേക്കർ വേണം, അല്ലെങ്കിൽ ഗോദ്രേജിന്റെ ഒരു ലോക്കർ ഉണ്ടാക്കി വെക്കണം. ഓ മൈ ഗോഡ്, എക്സ്പെൻസസ് ആർ മോർ. സ്വർണം കാത്തു സൂക്ഷിക്കുന്നത് പോലും ഇപ്പൊ ഒരു ബേർഡൻ ആവുന്നുണ്ട്. അപ്പോ പുതിയ ജനറേഷനിലെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഗോൾഡിനോടുള്ള ഒരു വല്ലാത്ത ഇഷ്ടം അങ്ങോട്ട് കുറയ്ക്കാം. നല്ല നല്ല ഇമിറ്റേഷൻ ജ്വല്ലറി ഉണ്ടെന്നേ, അത് നന്നായി സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. ഒരു പ്രാവശ്യം വെയർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരാം. ജസ്റ്റ് കീപ് ഇറ്റ് സേഫ്. അത് നന്നായി തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഹാവ് മോർ കളക്ഷൻ. കുട്ടികളോട് അതാ പറയണ്ടേ, പല വിധം ഉണ്ടാവും. ഇത് നമ്മൾ ഈ 1.25 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു പവൻ മേടിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അസറ്റാണ് കേട്ടോ, അതില്ല ഞാൻ പറയുന്നില്ല. നമുക്കൊരാവശ്യം വരുമ്പോ ഇറ്റ്സ് ലിക്വിഡ് മണിയാണ്. ജസ്റ്റ് ഗോ ട്രൈ ടു സെൽ ഇറ്റ് സംവെയർ, ജ്വല്ലറിയിലായാലും അല്ലാതെ ഇടനിലക്കാരുടെ അടുത്ത് കൊടുത്ത പണം കിട്ടും. അപ്പൊ ഏതായാലും കോയമ്പത്തൂരിൽ നിന്ന് വിളിക്കൂ. കുറെ നാളുകളുടെ ശ്രമത്തിന് ശേഷം ഇന്ന് കിട്ടി എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ പ്രവീണ അന്ന് ഒരുപക്ഷെ വളരെ ശ്രദ്ധയോടുകൂടി ഇന്ന് കണക്ട് ചെയ്തു. സാധാരണ ശ്രദ്ധയോടുകൂടി കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ പക്ഷെ ഇന്ന് കൂടുതൽ സ്ത്രീകൾക്ക് ഒരു അവസരം കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രവീണയൊക്കെ തീരുമാനിച്ചുകൊണ്ട് I'm happy I'm a woman. Always, Manu. Strength women ആണ് കേട്ടോ. Mental strength is always for women. അത് കുറച്ച് കാണല്ല. നിങ്ങള് men are also very strong. അപ്പൊ ഞങ്ങളുടെ പൊതുവേദിയുടെ കരുത്ത് നമ്മുടെ പ്രവീണയാണ്. അവിടെ ഇരുന്ന് നമ്മുടെ പൊതുവേദി പലപ്പോഴും നിയന്ത്രിക്കുന്നത്. പ്രവീണയ്ക്ക് ഒരു കുതിരപ്പവൻ. Okay. Thank you, Manu, and God bless you. Take care. Okay, you too have a nice time. Bye bye. ഓക്കെ, അപ്പോൾ അതാണ് ശ്രീമതി ഗീത മേനോൻ കോയമ്പത്തൂരിൽ നിന്ന് പുതിയ തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം. അപ്പോൾ ഇമിറ്റേഷൻ ഗോൾഡുകൾ ധാരാളം വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് അവർ പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും ഒരു വലിയ പിടിയില്ല, ഞാൻ ഈ ആഭരണത്തെക്കുറിച്ചൊന്നും അറിയാത്ത ആളാണ്. അപ്പോൾ ശ്രീ ജോണി കോട്ടയത്ത് നിന്ന് എന്നോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ ജോണി, ഒരു ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് ഒരു ചെറിയ ഇടവേള ആവശ്യമാണെന്ന് കൂടി പ്രവീണ പറയുന്നുണ്ട്, അതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ. ഹലോ. ചുരുങ്ങിയ വാക്കുകളിൽ. ഈ പറഞ്ഞ പോലെ ഗീത പറഞ്ഞ പോലെ ഞാനും ഇന്നലെ മുതൽ ട്രൈ ചെയ്യുകയാണ്. ആണോ? കിട്ടുന്നില്ല. എന്തായാലും ഇന്നിപ്പം എനിക്ക് ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്റെ ഫോണിന് ഒരു പ്രശ്നമില്ല. ക്ലിയർ ആയി, പറഞ്ഞോളൂ. എന്റെ ഫോണിന് ഒരു പ്രശ്നമില്ല. ഓക്കെ, ക്ലിയർ ആണ്, ഇപ്പൊ ക്ലിയർ ആണ്, അങ്ങ് പറഞ്ഞു. ഓക്കെ. ഇന്നലെ ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടന്നു. ഭയങ്കര ചർച്ച, അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ബിസി ആയിരുന്നല്ലോ ലൈനെ. അതെ അതെ. അപ്പോൾ ആളുകൾക്ക് പല ആളുകൾ വോട്ട് ചെയ്ത് എല്ലാവരും പലരും നിരാശരാണ്. പിന്നെ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകർ അവരിങ്ങനെ എല്ലാ ദിവസവും തുടരെ ശ്രമിക്കും. അവർക്ക് നമ്മുടെ പൊതുവേദിയുടെ ഭാഗമാകാൻ ആഗ്രഹമുണ്ട്. ചില ആളുകൾക്ക് കിട്ടുന്നു, ചില ആൾക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങൾ. അപ്പം അങ്ങ് ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല അല്ലേ? ഇല്ല. ഇന്നലെ ഒരുപാട് തവണ ശ്രമിച്ചു. എവിടുന്നാ വിളിക്കുന്നത്? കോട്ടയത്ത് എവിടുന്നാ വിളിക്കുന്നത്? കോട്ടയത്ത് ചിങ്ങവനം. ചിങ്ങവനം.
അതെ. ഓക്കെ. അപ്പൊ ഈ സ്വർണ്ണവിലയിൽ ഇന്ന് അങ്ങ് എന്താണ് കരുതുന്നത്? ഈ സ്വർണ്ണത്തോട് താല്പര്യമുള്ള ആളാണോ ശ്രീ ജോണി? സ്വർണത്തോടൊരു ഒരു അങ്ങനെ ഒരു താല്പര്യമില്ല. ഒരു ബിസിനസ് കൺസെപ്റ്റ് എന്നുള്ള നിലയ്ക്ക് അതിനൊരു എന്താ പറയുക, അതൊരു മണി മാറ്റർ ആണല്ലോ അത്. അപ്പൊ സ്വർണ്ണം സമ്പാദ്യ നിലയിൽ വാങ്ങിവെക്കാം എന്നാണ് താങ്കൾ കരുതുന്നത് അല്ലേ? അത്രേ ഉള്ളൂ. അപ്പം എന്നോട് പ്രസാദ് പറയുന്നത് ജനങ്ങൾ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം എന്നാണ് പ്രസാദ് പറയുന്നത്. അങ്ങനെയാണ് ചില കാര്യങ്ങൾ നമ്മൾ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ചിന്തിക്കണം. അനുമോൾ എന്നോടൊപ്പം ചേരുന്നത് കടുത്തുരുത്തിൽ നിന്നാണ്. ശ്രീമതി അനുമോൾ. ഹലോ. ശ്രീ അനുമോൾ വർക്കിംഗ് വുമൺ ആണോ അതോ ഹൗസ് വൈഫാണോ? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് സാർ. വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾ ഇങ്ങനെ സ്വർണം വാങ്ങിച്ചു കൂട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും ശ്രീ അനുമോൾ? അത് ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ നമ്മുടെ സ്ത്രീകൾക്ക് പ്രധാനമായിട്ട് ഇങ്ങനെ സ്വർണ്ണത്തോടൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വർണ്ണം ഇത്രയും ഇവിടെ മറ്റു സ്ഥലങ്ങളെക്കാളും കൂടുതലായിട്ട് വിൽപ്പന നടക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് വിവാഹം പോലും നടക്കാത്ത സാഹചര്യം ഉണ്ടല്ലേ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരൊക്കെ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇത് എല്ലാവരും, അതായത് സാമ്പത്തികമായിട്ട് ഉന്നതി നിൽക്കുന്ന ആൾക്കാർ അത് അതിന്റെ ഇത് വാങ്ങിച്ചു കൂട്ടുന്നതിന്റെ ഒരു അളവ് കുറയ്ക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ വില കുറയുമെന്നാണ് എന്റെ ചെറിയൊരു. അതിനൊക്കെ ആളുകൾ തയ്യാറാകും. ഞാനൊരു വ്യക്തിപരമായ ഒരു ചോദ്യം, ധാരാളം വാങ്ങിക്കുന്ന ആളാണോ? ഞാൻ അങ്ങനെ വാങ്ങിക്കാറ്. ഞാൻ ഇമിറ്റേഷൻ ഗോൾഡ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്, സ്വർണ്ണമുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പ്രധാനമായിട്ട് സാറ് ഞാൻ വിളിച്ചത്, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഈ പ്രോഗ്രാം ഞാൻ കാണാറില്ല. അപ്പൊ അതിന്റെ അകത്തോട്ട് VD സതീശൻ സാറിന്റെ ഒരു അത് ഞാൻ കണ്ട. പക്ഷെ ഞാൻ ട്രൈ ആയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പൊ എനിക്ക് പ്രധാനമായിട്ട് പറയാം, എനിക്ക് സാറിന് ഭയങ്കര ഇഷ്ടമാണ്. സാറ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ കോൺഗ്രസ് പാർട്ടിയിലൊന്നും അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല. ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കാരണം സാർ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കോൺഗ്രസിന് നല്ലൊരു മുഖമായിട്ട് എനിക്ക് തോന്നുന്നു. നല്ലൊരു വ്യക്തിമാരൊക്കെ KC വേണുഗോപാലിന്റെ പേരാണല്ലോ ശ്രീ അനുമോൾ പറയുന്നത്. പക്ഷെ അത് പറയുന്നതിനോട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം MLA എങ്ങനെ അവരെ MLA ആയത് ജനങ്ങളുടെ പിന്തുണയോട് കൂടിയല്ലേ. അപ്പൊ ജനങ്ങളാണ് സത്യത്തിൽ പ്രധാന വ്യക്തികൾ, അതായത് പ്രധാന കേന്ദ്രം. എന്റെ ജനങ്ങളുടെ താല്പര്യമാണ് പ്രധാനമായും സംരക്ഷിക്കുന്നത്. അത് നോക്കണം. കാരണം ഈ ഇത്രയും ആൾക്കാർ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോൺഗ്രസ് പാർട്ടിയിലൊന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ ഞാൻ അതിൽ വോട്ട് ചെയ്യുന്നു. പക്ഷെ എനിക്ക് സാറിന് ഞാൻ സത്യം പറയാം, അടുത്ത വർഷം ഇനിയുള്ള ഇലക്ഷൻ സാറിന്റെ ഇതുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സാറിന്റെ ഇതിൽ വോട്ട് ചെയ്യണം എന്നോർത്ത് തന്നെ ഇരിക്കും. അത്രയ്ക്ക് എനിക്കൊരു ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സാർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ലൊരു നേതാവ് ആ സാറും മുഖ്യമന്ത്രിയായിട്ട് വന്നെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. അത് പറയാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണെന്ന് പറയുമ്പോ അപ്പൊ പാർട്ടിക്കാർ പിണങ്ങൂലേ ഇത്? അത് നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം, നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു നല്ലൊരു വ്യക്തിയുള്ള ആളെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല, എന്ത് തെറ്റുള്ള നമ്മുടെ അവകാശമല്ലേ നമ്മുടെ വോട്ട്. അതിൽ കാര്യമില്ല. നല്ല ഭരണം അല്ലെങ്കിൽ നമ്മളത് എതിർക്കും. അതിന് മനസ്സിലായോ? നമ്മൾ വാർത്തകൾ കറക്റ്റ് ആയിട്ട് കാണുന്ന, അപ്പൊ നമ്മളിതെല്ലാം കണ്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത്തവണ അവിടെ നിങ്ങളുടെ മണ്ഡലത്തിൽ മോൻസ് ജോസഫിനാണോ നിർമ്മല ജിമ്മിക്കാണോ വോട്ട് ചെയ്തത്? മോൻസ് ജോസഫ് സാർ നല്ല 30,000 മേളില് ഭൂരിപക്ഷത്തോടെ ജയിച്ചു. നല്ല നേതാവ് ഇവിടുത്തെ. ഇതിപ്പോ അനുമോള് കമ്മ്യൂണിസ്റ്റുകാരിയാണെന്ന് പറയുകയും ചെയ്യുന്നു, പക്ഷെ UDF കാരിയാണ് കൂടുതൽ പിന്തുണയ്ക്കുന്നല്ലേ? അല്ല, മോൻസ് നല്ല, അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു പേഴ്സണാലിറ്റി വ്യക്തിത്വം നോക്കി നമ്മള് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ VS അച്യുതാനന്ദൻ സാറിനെയും അങ്ങനെയുള്ളവരൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക്. പക്ഷെ നമ്മൾ രാഷ്ട്രീയം സത്യമായിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് ഡിബേറ്റും വാർത്തകളും എല്ലാം വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്റെ പേഴ്സണായിട്ടുള്ള കാര്യം ഞാൻ ചോദിക്കട്ടെ, ശ്രീ അനുമോൾ കരുതുന്നുണ്ടോ VD സതീശൻ അടുത്ത മുഖ്യമന്ത്രി? ഇല്ല, എനിക്ക് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ എല്ലാ ഡിബേറ്റ് ഏഷ്യനെറ്റ് ന്യൂസിന് നിങ്ങളുടെ എല്ലാ ചാനലിലും എല്ലാം കാണാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് ആ സാറിനെ ഒതുക്കുന്നതായിട്ട്, അതായത് എല്ലാരും കൂടി ആ സാറിനെ എന്നാ പറയണ ഒരു പാര വെക്കുന്ന രീതിയായിട്ട് എനിക്ക് തോന്നുന്നത്. നല്ലൊരു നേതാവിനെ ഒതുക്കാൻ നോക്കുക, അത് ശരിയല്ലെന്നാണ് ഒരു വ്യക്തി, ഒരു പൗരൻ നിന്നത് എന്റെ വ്യക്തി അഭിപ്രായം. എനിക്ക് സാർ വരുന്ന ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. സത്യമായിട്ട് സാറിനെ അടുത്ത് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇവിടെയൊക്കെ അല്ലേ, അപ്പൊ അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സാറാ എനിക്ക്. വീട്ടിൽ മറ്റുള്ളവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണോ? അല്ലല്ല, ഞങ്ങൾക്ക് എല്ലാവരും കമ്മ്യൂണിസ്റ്റ്. പക്ഷേ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സാറിന്റെ ഈ പ്രോഗ്രാം ചെയ്യുന്ന സാറിന്റെ പേര് മനു എന്നല്ലേ? സാറിന്റെ അവതരണമൊക്കെ നല്ലതാണ് കേട്ടോ, നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അഭിനന്ദനങ്ങൾ. അയ്യോ ഉണ്ട് നല്ലതാണ് നമ്മൾ നല്ലതാന്ന് പറയും, അത്രേ ഉള്ളൂ.
ശരി എന്നാ. ഓക്കെ, താങ്ക് യു. അപ്പോൾ വി ഡി സതീശനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകയാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ നല്ല ആളാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും നല്ല ആളാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർ പറയുന്നത് സത്യമായിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം മിനി ടീച്ചർ മാവേലിക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. ഞാൻ കുറേ ആയി മിനി ടീച്ചറുമായി സംസാരിച്ചിട്ട്. ടീച്ചർ, അപ്പോൾ ടീച്ചറുടെ പ്രഡിക്ഷൻസ് കറക്റ്റായി. സ്വന്തം മണ്ഡലത്തിൽ LDF ജയിച്ചു അല്ലേ? അതെ അതെ അതെ. സംസ്ഥാനത്ത് UDF ജയിച്ചു. അപ്പോൾ ടീച്ചർ ഒരു വലിയ ഒരു എന്താ പറയുക പോൾ പ്രഡിക്ടറാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ടീച്ചർമാർക്ക് രാഷ്ട്രീയം അത്ര താല്പര്യമില്ലാത്ത വിഷയമായിരിക്കും, അവരിതൊന്നും അങ്ങനെ നിരീക്ഷിക്കില്ലാതെ. കാരണം അവർ ആളുകളുടെ മറ്റു കാര്യങ്ങളാണല്ലോ പൊതുവെ. രാഷ്ട്രീയം അധികം ടീച്ചർമാർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു ടീച്ചർക്ക് ഇത് ഇത്രയും കൃത്യമായി പറയാൻ കഴിഞ്ഞു എന്നുള്ളത് അത് എനിക്ക് തോന്നുന്നു അവിടുത്തെ MLA വ്യക്തിപരമായ ഒരു താല്പര്യമായിരുന്നു അല്ലേ? തീർച്ചയായും സാറേ. നമ്മുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ പോലും ഞാൻ രാഷ്ട്രീയം പറയുന്നില്ലല്ലോ സാറേ, വ്യക്തിത്വം നോക്കിയുള്ള ഒരു പ്രഡിക്ഷൻ മാത്രമായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞു. ആ പയ്യൻ അരുൺകുമാർ എല്ലാ കുടിലും മുതൽ കൊട്ടാരം വരെയുള്ളവരുടെ അടുക്കൽ ഒരേ കണക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല പയ്യനാണ്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത് ടീച്ചർ, ഈ സ്വർണ്ണഭ്രമം മലയാളി സ്ത്രീകൾ ഉപേക്ഷിക്കുമോ? സാറേ, സ്വർണ്ണപ്രഭം എന്റെ 2000-ലായിരുന്നു കല്യാണം. അപ്പൊ എന്റെ അമ്മ ഒരു 10-60 പവനോളം തന്നില്ല. ഞാൻ ഒരു ഒറ്റയുള്ളായിരുന്നു അന്നത്തെ. സാറേ 2020 എനിക്ക് എല്ലാം കിളി പോയിട്ട് 2000 അല്ല. ആ സമയത്ത് ഞാൻ ഒരു കൊച്ചിയുള്ളായിരുന്നു. അച്ഛൻ ആർമി കാരനായിരുന്നു അന്ന് വെച്ചിട്ട്. ഇപ്പൊ എന്റെ മോളുടെ കല്യാണം ഇങ്ങനെ ഒരുപാട് ആലോചനകളൊക്കെ വരുന്നുണ്ട്. അപ്പം അവള് നേരത്തെയും പറയുന്നത്, അമ്മ എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട, എനിക്ക് FD ഇട്ട് തന്നാ മതി. അപ്പൊ അത്യാവശ്യം എന്തെങ്കിലും ഇട്ടാൽ മതി. അങ്ങനെ ഒരു കൊച്ചാണെങ്കിൽ അങ്ങനെ സ്വർണം പോലും യൂസ് ചെയ്യുന്ന ഒരു കുട്ടിയും അല്ലത്. സാറേ, ഈ സ്വർണം ഇപ്പൊ 1.25 ലക്ഷം എന്ന് പറയും. സാറേ, ഒരു പവൻ മേടിക്കണമെങ്കിൽ പണിക്കൂലി എല്ലാം കൂടെ എത്ര രൂപയാവും? അത് ശരിക്കും പറഞ്ഞാൽ ഡെഡ് മണിയാന്നേ ഞാൻ പറയത്തുള്ളൂ. അത്യാവശ്യം ഇത് ഇനി ഇത് ഇത്രയും കയറി നിൽക്കുന്നത്, ഇത് പെട്ടെന്ന് ഇറങ്ങാനും സാധ്യതയുണ്ടല്ലോ. ഇതൊരു സ്ഥിരമായിട്ടുള്ള ഒരു വിലയായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പം തൊട്ടു മുമ്പ് സംസാരിച്ചതൊക്കെയാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പൊ ആണെങ്കിൽ മോളുടെ കല്യാണത്തിന് 2-3 കുട്ടികളുടെ കല്യാണത്തിന് ഞാനും കൂടെ പോയപ്പോ ആ കുട്ടികൾ എന്നോട് പറയാം, ആന്റി ഇതെല്ലാം റെന്റലാ, ഇവര് പിള്ളേർ സെറ്റ് ഇപ്പൊ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് FD ഇട്ട് തന്നാ മതി. അപ്പൊ അവനവന്റെ ആസ്തിക്കനുസരിച്ച് സാറേ, ഇത് എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്വർണത്തിനോടുള്ള കമ്പം ഇട്ടിട്ട് അവനവന്റെ ആസ്തി അനുസരിച്ചുള്ള എമൗണ്ട് കുട്ടികൾക്ക് ഫിക്സഡ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അവർക്ക് ഭാവിയിൽ അത് പ്രയോജനപ്പെടും. ഇൻ കേസ് എന്തെങ്കിലും സ്വർണം മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് ആഗ്രഹം അനുസരിച്ച് അവർക്ക് മേടിക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് ഈ വില അങ്ങോട്ട് ഇപ്പൊ ജ്വല്ലറിയിലൊക്കെ ആള് കുറവാണ്. സാറിനോട് പറയാൻ കൊച്ചിന്റെ ഡേറ്റ് ഇതുവരെ ഫിക്സ് ആക്കിയിട്ടില്ല. മോർണിംഗിൽ ഒരു 5-6 ജ്വല്ലറിക്കാർ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കാണും. എങ്ങനെ അറിഞ്ഞോ എന്തറിഞ്ഞോ ഒന്നും അറിയത്തില്ല. സെപ്റ്റംബറിൽ കല്യാണം നടത്തണമെന്നൊന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതേ കണക്കാക്കാണ് ഞാൻ ഒരടങ്ങ് പറഞ്ഞു, നിങ്ങൾ ഇനി ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യേണ്ട, എന്തായാലും ഞങ്ങൾ നിങ്ങളുടെ ഷോപ്പിൽ വരാം. കാരണം രാവിലെ വരും 3-4 പേര് വരിക. എന്നിട്ട് പിന്നെ ലേഡീസും കാണും. ഇത് മാനേജരാണ് മാഡം. സത്യം പറഞ്ഞാൽ ഞാനങ്ങ് വല്ലാതെ അങ്ങ് മാനസികമായിട്ട് അങ്ങ് ബുദ്ധിമുട്ടി. കാരണം ഡേറ്റ് എടുത്തിട്ടില്ല, നമ്മളെ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അത്ര ഇപ്പൊ പറഞ്ഞു സെപ്റ്റംബറിലാണ് കല്യാണം നടക്കാൻ പോകുന്നത്, സ്വർണം വാങ്ങിക്കാൻ പോകണമെന്നൊക്കെ അറിഞ്ഞ ആളെത്തി അല്ലേ? ആണ്. അവരാണെങ്കിൽ 1 ഇയറിന്റെ വൗച്ചർ കാർഡ് സഹിതമാണ് ഓരോ ജ്വല്ലറിക്കാരും കൊണ്ട് തന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലില്ലെന്ന് പറയുമ്പോ ഓക്കെ, എനിക്ക് ടീച്ചർ ടെലിഫോണിൽ എന്തോ പ്രശ്നം പറ്റിയതെന്നോ അത് ഹലോ കേൾക്കാം. അപ്പൊ ഇതൊക്കെയാ സാറ് സാധ്യത. ഇപ്പൊ ഇതില്ലേ പിള്ളേരെ അധ്യാപകര് സ്കൂളുകളിൽ പിള്ളേരെ പിടിക്കാൻ പോകുന്ന കണക്ക് തന്നെ ജ്വല്ലറിക്കാര് എവിടെ കല്യാണം ഉണ്ട് എന്ന് അവിടെ എല്ലാം നിരന്തരം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഈ ഒരു 2-3 ദിവസം കൊണ്ടേ ഉള്ളൂ. ഇപ്പോഴും ഇവിടെ എനിക്കൊരു പെറ്റുണ്ട്. അവൻ കുരയ്ക്കുമ്പോ ഞാൻ കൊച്ചിനോട് കൊച്ചേ ജ്വല്ലറിക്കാരാണെ അമ്മ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണേ. സത്യം പറഞ്ഞ എനിക്കങ്ങ് മടുത്തെന്ന് പറഞ്ഞങ്ങ് മടുത്ത് സാറേ. ഇവരോട് പറഞ്ഞു പക്ഷെ അവരപ്പോഴും ഇങ്ങനെ നമ്മളെ വിടാതെ പിന്തുടരുക. ശരി, താങ്ക് യു സോ മച്ച്. സുഖമായിട്ടിരിക്കുന്നല്ലോ? അതെ അതെ, സുഖമായിരിക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ അതാണ്. അപ്പോൾ എന്നോടൊപ്പം ജെസ്സി ചേരുന്നുണ്ട്. ശ്രീ ജെസ്സി ചേരുന്നത് ചേരനെല്ലൂരിൽ നിന്നാണ് അല്ലേ? അതെ, ചേരനെല്ലൂർ എറണാകുളത്താണ് കാര്യം.
ചേരാനെല്ലൂർ, എറണാകുളം ചേരാനെല്ലൂർ, ചിറ്റൂരി, പട്ടാളം, വടുതല. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശ്രീ ജെസ്സിക്ക് ധാരാളം സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. ഒരു മാലയൊക്കെ ഉപയോഗിക്കാറുള്ളു. ഓരോ കൈമേല് ഓരോ സ്ത്രീകൾക്ക് ഇങ്ങനെ സ്വർണ്ണ കൊതി ഉണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നത് അതൊക്കെ കളവാണോ, കള്ളത്തരമാണോ, അത് സത്യസന്ധമാണോ? ഹലോ, കേൾക്കണില്ല? കേൾക്കുന്നു. അപ്പൊ ഈ കേരളത്തിലെ ആളുകളൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് ഭയങ്കര സ്വർണ്ണക്കൊതിയാണെന്ന്, അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ സ്വർണം എന്ന് പറയുന്നത് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു അസറ്റ് ആണ്. കാരണം ഇപ്പൊ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് പണയം വെച്ചെടുക്കാം എന്ന്. പിന്നെ ഇപ്പോ എന്റെ ഒരു അഭിപ്രായം ഉള്ളത്, ഇപ്പൊ ഈ സ്ത്രീധനമായിട്ടൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നതിന് പകരം നമ്മള് ആ ബാങ്കിൽ ഇത് അത്ര വലിയൊരു എമൗണ്ട് ഫിക്സ് ചെയ്യുക, അവർക്ക് സ്ഥലം മേടിക്കാനോ വീട് വയ്ക്കാനോ ഉപയോഗിക്കത്തക്ക വിധത്തിൽ അത് വിനിയോഗിക്കാം എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ സ്വർണമായിട്ട് വാങ്ങി പക്ഷേ ബാങ്കിൽ ഇടുന്ന പോലെ തന്നെയല്ലേ സ്വർണമായിട്ട് വാങ്ങുമ്പോ അതൊരു ഡെപ്പോസിറ്റ് പോലെയല്ലേ? ഓക്കെ, അതൊരു അസറ്റ് ആണ് നമുക്കത്. പക്ഷെ നമുക്ക് ഇതിപ്പോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് പണയം വെക്കുകയോ അത് വിൽക്കുകയോ ചെയ്താൽ. ശ്രീ ജെസ്സി എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണോ അതോ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അക്കൗണ്ടന്റ് ആണ്. അത് ശരി. അപ്പൊ പക്ഷേ ഈ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോൾ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് പോകുന്നത് വലിയ പ്രയാസമാണല്ലേ? ഓക്കെ അല്ലേ? അതിങ്ങനെ യാത്ര ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് എറണാകുളത്ത് തിക്കിന്റെ തിരക്കിന്റെ ഇടയിൽ അതൊരു നമ്മൾക്ക് തന്നെ ഒരു സുരക്ഷിതമില്ലായ്മയാണ്. അപ്പൊ ഇമിറ്റേഷൻ ഗോൾഡ് ഒക്കെ ഇട്ട് പോകാം എന്ന് എന്നോട് ചില പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട്. അതിനോട് ശ്രീ ജെസ്സി അംഗീകരിക്കുക? അത് ചിലവർക്ക് ഇത് ചെയ്യും, ചിലവർക്ക് ഇങ്ങനെ ചൊറിച്ചിലൊക്കെ വരുമല്ലോ വേർക്കുമ്പോഴൊക്കെ, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് സാധാരണ. ചൊറിച്ചിൽ ഒരു വലിയ പ്രശ്നമാണല്ലേ? അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ വരും. അങ്ങനെ വേർക്കുമ്പോഴൊക്കെ നമുക്ക് ചിലർക്ക് അത് പിടിക്കൂലല്ലോ, നമ്മുടെ ബോഡിയായിട്ട് അത് സ്കിന്നായിട്ട് അത് നമുക്ക് ചിലപ്പോ അത് ഇത് ചെയ്യില്ല. അങ്ങനെയുണ്ട്. പിന്നെ എന്റെ ഒരു അഭിപ്രായം കൂടി, ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടുന്നത് ഒരു നിയന്ത്രിക്കാനുള്ള ഒരു ഇതുകൂടി നമുക്ക് വയ്ക്കണമെന്നാ പറഞ്ഞ അതായത് ഒരു മാക്സിമം വില ഇത്ര മാത്രമേ ആകാവൂ എന്നുള്ളത്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടാകണമെന്നാണ് നമ്മളുടെയൊക്കെ ഒരു അഭിപ്രായം. കാരണം ഒത്തിരി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. ശരി, വ്യക്തമാണ് അപ്പോൾ അഭിപ്രായം. ശ്രീമതി ജെസ്സി ഇപ്പോൾ ചേരാനെല്ലൂരിൽ നിന്നാണ് വിളിച്ചത്. ഇപ്പോൾ സത്യസന്ധമായ ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അപ്പോൾ ഞാനും മണിമലയും ബെസ്റ്റ് ഫ്രണ്ട്സാണെന്ന് ശശിധരൻ പിള്ള പറയാം. ഈ എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഈ യൂട്യൂബ് കമൻറ്റിലൂടെ അദ്ദേഹത്തിനിട്ട് ഓരോ കളിയാക്കൽ തമാശയൊക്കെ അടിച്ചു വിടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുന്നു, മനു യു കീപ് വെയറിങ് ദി സെയിം കളർ, എനി റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്ന്. അപ്പം ഞാൻ എൻ്റെ കുറച്ച് തുണി അലങ്കാനിട്ടത് അത് മഴ കാരണം ഉണങ്ങിയില്ല, അതുകൊണ്ട് ഞാൻ ഇതേ ഷർട്ട് തന്നെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കഴുകിയിട്ട് തന്നെ ഇട്ട് കേട്ടോ. അപ്പോൾ ചില ഷർട്ടുകൾ കഴുകിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ആളുകൾ BJP കളറാണോ അത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഇത് BJP കളറൊന്നുമല്ല, ഇത് വേറെ കളറാണ്. ഓക്കെ. അപ്പോൾ കമാൻഡർ മാത്യു ഈസ് ഹാർഡ് കോർ വേണു ബാലകൃഷ്ണൻ ഫാൻ, ദാറ്റ് ഈസ് വൈ ഹി കോൾസ് മനു വേണു എന്നാണ് പറയുന്നത്. അതായിക്കോട്ടെ. പക്ഷേ വില്യം ഷേക്സ്പിയർ പറഞ്ഞൊരു വാട്ട് ഈസ് ദെയർ ഇൻ എ നെയിം, ഒരു മനോഹരമായ പൂവിനെ മറ്റെന്ത് പേരിട്ട് വിളിച്ചാലും അതിൻ്റെ സൗരഭ്യം കുറയില്ല എന്ന് പറഞ്ഞ പോലെ എന്നെ വേണുവെന്നോ വിനുവെന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കട്ടെ. അപ്പോൾ അങ്ങനെ. പക്ഷെ മനു സൂപ്പറാണ് എന്ന് എന്നോട് ശ്രീ സുനിമോൾ പറയുന്നുണ്ട്. മനു സൂപ്പറാണ്, അവതരണത്തിലും കാണാനും സൂപ്പറാണെന്ന്. എൻ്റെ അമ്മേ, ശ്രീ സുനിമോളിന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു അരപ്പവൻ വാങ്ങിച്ച് അങ്ങോട്ട് അയച്ചു കൊടുത്തേനെ. കൃഷ്ണൻകുട്ടി ചുവന്ന ഹൃദയം എനിക്ക് അയച്ചിട്ടുണ്ട്. സുനിൽകുമാർ ഇത്രയും നേരം കഷ്ടപ്പെട്ട് കമൻറ്റ് ബോക്സ് കിട്ടിയതെന്ന് സുനിൽകുമാർ പറയുന്നു. സുനിൽകുമാർ വേറെ കമൻറ്റ് ബോക്സിലേക്ക് പോയി എന്നാണ്. അപ്പോൾ ഏതായാലും വന്നല്ലോ, സന്തോഷം. രാജൻ കൊല്ലം വിളിക്കാത്തത് നഷ്ടം, രാജൻ തൃശ്ശൂർ വന്നതോടെ മാറിക്കിട്ടി എന്ന് ഒരു ഇതുണ്ട്. ഈ മനുസാറിന് എത്ര പവൻ സ്വർണ്ണമുണ്ട്? എൻ്റെ കയ്യിൽ ഒരു തരി സ്വർണ്ണമില്ല കേട്ടോ. ഞാനൊരു സ്വർണ്ണവും വാങ്ങിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഭാര്യയുടെ കയ്യിലുള്ള സ്വർണ്ണത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ എസ് കുമാർ ചോദിക്കുകയാണ് സ്വർണ്ണം. എനിക്ക് സ്വർണ്ണം വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ മണിമല ഡോക്ടർ ജയരാജ് വിജയിക്കുമെന്ന് 100% ഉറപ്പിച്ച് പറഞ്ഞതാണ്. താങ്കൾ എന്നിട്ട് ജോസ്മാൻ്റെ പാർട്ടിയെ സംപൂജ്യമാക്കിയില്ലേ എന്ന് ശശിധരൻ പിള്ള ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഗോൾഡ് ETF ഓപ്പണിംഗ്. അപ്പോൾ കൃഷ്ണൻകുട്ടി അങ്ങനെ എല്ലാ ആളുകളും എന്നോടൊപ്പം ഉണ്ട്. സുരേന്ദ്രൻ പൂനെയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ സുരേന്ദ്രൻ, ഗുഡ് ഈവനിങ്. ശ്രീ സുരേന്ദ്രൻ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്.
സാറേ ഞാൻ പറയുന്നത് എന്തോന്ന് വെച്ചാലേ, നമ്മള് ഈ സ്വർണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അസറ്റാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇപ്പൊ എല്ലാരും പറഞ്ഞതുപോലെ ഇപ്പൊ എനിക്ക് തന്നെ എന്റെ കുടുംബത്തിൽ നല്ല കല്യാണോ, ഈ സ്വർണം വാങ്ങരുതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നും അല്ല. പക്ഷെ എനിക്ക് തോന്നിപ്പോ ഇതിൽ പറഞ്ഞപ്പോ പറഞ്ഞു കേട്ടതേ, ഈ പ്രധാനമന്ത്രി പറഞ്ഞതുകൊണ്ട് നമ്മുടെ കേരളത്തിലൊരു സ്റ്റൈൽ വെച്ചിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് സ്വർണം പോകുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ തിരക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി പറയാനുള്ള കാരണം പ്രധാനമന്ത്രി വിദേശ വസ്തുക്കള് മീൻസ് ഇപ്പം പ്രധാനമന്ത്രിക്ക് ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ല ഒരു കാരണം വെച്ചിട്ട് ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് വിദേശ സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കരുത്. നമ്മുടെ ഒരു അടിവസ്ത്രം മുതൽ മുടി നിൽക്കുന്ന കളറ് വരെ വിദേശ സാധനം കിട്ടിയാൽ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നല്ലത് പണി ഉണ്ടാകുമെങ്കിൽ പോലും അത് വിദേശത്ത് പോയി മേടിച്ച് ഉപയോഗിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ സ്വഭാവം. അപ്പൊ വിദേശ സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡോളർ ഒരുപാട് ചിലവാക്കേണ്ടി വരും. അപ്പൊ വിദേശ നാണ്യം കുറയും. ഇതിനുവേണ്ടി നമ്മളിപ്പോ ഒരു പ്രധാനമന്ത്രി ആരും ആയിക്കോട്ടെ, ആരായാലും നമ്മള് നമ്മുടെ നാടിനോടൊപ്പം ചിന്തിക്കുമ്പോൾ അവര് പറയുന്നത് കൂടെ കേൾക്കണം. അവരുടെ തെറ്റുകൾ നമ്മൾ വിമർശിക്കാൻ വേണം. പക്ഷെ അവര് നാടിനു വേണ്ടി പറയുന്നത് നമ്മൾ അംഗീകരിച്ച് ചെവിക്കൊള്ളാനും തയ്യാറാവണമെന്നാണ് താങ്കളുടെ അഭിപ്രായം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ. അപ്പൊ ശ്രീ സുരേന്ദ്രൻ പൂനെയിലാണ് താമസിക്കുന്നത്. അപ്പൊ ശ്രീ സുരേന്ദ്രൻ പൂനെയിൽ എവിടെയാണ്? പൂനെയില് കോത്തറോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. കോട്ടുകുളം. ഞാൻ ഇന്ന് ഈ പരിപാടി കേൾക്കാറുണ്ട്. ഞാൻ ബിസിനസ് ആണ് അവിടെ. ഇത് ഓണാക്കി വെച്ച് കേൾക്കാറുണ്ട്. സാറേ എനിക്ക് ഓട്ടോമൊബൈലാ. ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ആണോ അതോ ഓട്ടോമൊബൈൽ ബാറ്ററി ഓയിൽ ഒക്കെയാണ്? അപ്പൊ ഏതായാലും ശ്രീ സുരേന്ദ്രനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം. പൂനെയിലാണ് വളരെ വളരെ സന്തോഷം. ഞാൻ അടുത്തിടയ്ക്ക് പൂനെ സന്ദർശിക്കണമൊക്കെ ഒന്ന് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ശ്രീ സുരേന്ദ്രനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം. ജോയ് മാത്യു എന്നോട് പറയുന്നു, മനു ഇത് ഞാൻ ഇട്ടിരിക്കുന്ന BJPയുടെ നിറമാണ്, അത് പേടിക്കേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളാൻ. അത് ശരി. അപ്പോൾ സബീന എന്നോട് പറയുന്നു ഇമിറ്റേഷനൊക്കെ വേസ്റ്റ് ഓഫ് മണിയാണെന്ന് പറയുന്നു. ശശിധരൻ പിള്ളൈ ഒക്കെ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ മാരേജ് ഡേറ്റ് ഈസ് ഫിക്സ്ഡ്, ജ്വല്ലറീസ്, കാറ്ററിംഗ് കമ്പനീസ് ആൻഡ് ഈവൻറ്റ് മാനേജേഴ്സ് വിൽ കോൺടാക്ട് യു എന്ന് ഷിജു എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് പിന്നെ നമ്മുടെ കുറേ പ്രേക്ഷകർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ചിലതൊക്കെ എനിക്ക് ജമ്പ് ചെയ്ത് പോയതുകൊണ്ട് വായിക്കാൻ കിട്ടിയില്ല. ഏതായാലും രാഘവൻ നായർ എന്നോട് പറയുന്നുണ്ട്, മനു ഒരേ വാചകം തുടങ്ങുമ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, എന്താണ് രാഘവൻ നായർക്ക് എന്നോട് ഇത്ര താല്പര്യം ഇല്ലെന്നാണ്, അതോ എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം. ഞാൻ യൂട്യൂബിൽ ഈ വിഷയം പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ പ്രേക്ഷകരോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഈ സ്വർണ്ണക്കൊതി അവസാനിക്കുമോ എന്നതായിരുന്നു. അപ്പോൾ അതിൽ മലയാളി ഉപേക്ഷിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ 40% പേരും പറഞ്ഞത് മലയാളിക്ക് ഇത് വൈകാതെ ഉപേക്ഷിക്കേണ്ടി വരും എന്നാണ്. പക്ഷേ 60% ആളുകൾ ഇത് അങ്ങനെ സംഭവിക്കില്ല എന്ന നിലപാടാണ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഏതായാലും അനഘ കൂടി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഈ റേറ്റിൽ ഗോൾഡ് വാങ്ങി വെക്കുന്നത് അസറ്റല്ല, ബട്ട് ഒരു റിസ്ക് ആണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇതിനൊപ്പം സ്വർണം മലയാളിയുടെ ജീവിതത്തിലെ ഒരു 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 മനോഭാവമാണ്. വില മാറാം, നയം മാറാം, നികുതികൾ ഉയരാം, പക്ഷേ തലമുറകളായി പാരമ്പര്യത്തോടുകൂടി മലയാളി ഒരു സുരക്ഷാബോധം എന്ന നിലയിൽ സൂക്ഷിക്കുന്ന ഒന്നാണ് സ്വർണം. ആ സ്വർണ്ണബന്ധം ഒഴിവാക്കാൻ മലയാളി തയ്യാറാകുമോ എന്നറിയില്ല. കേന്ദ്ര സാമ്പത്തിക നിയന്ത്രണത്തിൻ്റെ ഭാഷയുമായി വരുമ്പോൾ കേരളം വൈകാരികമായ ഭാഷയിലാണ് സ്വർണത്തെ കാണുന്നത്. അപ്പോൾ പുതിയ തലമുറയുടെ മുൻഗണനകൾ മാറിയേക്കാം. ആഭരണങ്ങളിൽ നിന്ന് അനുഭവങ്ങളിലേക്കും സംരംഭങ്ങളിലേക്കുമുള്ള ഒരു യാത്രയായിരിക്കാം നമ്മളെ കൂടുതൽ സ്വതന്ത്രരാക്കുന്നത്. ഏതായാലും ഇപ്പോഴും ആ ചോദ്യം ബാക്കിയാണ്, കേരളം സ്വർണം ഉപേക്ഷിക്കും? അത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ഏതായാലും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.